നമസ്കാരം. മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ, എഴുത്തുകാരൻ, ചലച്ചിത്രകാരൻ ശ്രീനിവാസൻ വിട പറഞ്ഞിട്ട് 2 ദിവസം. നമ്മളെ പ്രിയപ്പെട്ട ശ്രീനിയേട്ടൻ, നമ്മളൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരാൾ, നമ്മുടെയൊക്കെ കൂടെയുള്ള ഒരാൾ, നമ്മുടെ വീടിനകത്തുള്ള ഒരാൾ, നമ്മുടെ മനസ്സിന് അകത്ത് കയറിക്കൂടിയ ഒരാൾ, ഇനി ഒരിക്കലും പോകാത്ത വിധത്തിൽ ആ സ്മരണകൾ നമ്മോടൊപ്പമുണ്ട്. ശ്രീനിവാസനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ ശ്രീനിവാസന്റെ ജീവിതം പലപ്പോഴും സന്ദേശമായി അനുഭവപ്പെടാറുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് കേരളം, മലയാളം നൽകിയ വരവേൽപ്പ്, അദ്ദേഹം കഥ പറയുമ്പോൾ നാം അനുഭവിക്കുന്ന അനുഭൂതി, അതിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മുടേത് എന്ന് തോന്നിക്കുന്ന കഥന രീതികളൊക്കെ ഉണ്ട്. അപ്പൊ ആ നിലയ്ക്കൊക്കെ എല്ലാ അർത്ഥത്തിലും ശ്രീനിവാസൻ പരാമർശിക്കപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്നും ഇന്നലെയും വരും ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യും. ഇവിടെ വളരെ വ്യത്യസ്തമായി ABC പരിശോധിക്കുന്നത് ശ്രീനിവാസന്റെ സിനിമകളിലെ അദ്ദേഹം മുന്നോട്ട് വെച്ച ചില ആശയങ്ങൾ, കാലത്തിന് അതീതമായി അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു വിഷയം, ആ വിഷയത്തെ അദ്ദേഹത്തിന്റെ ഒരു സംരംഭകനാണെങ്കിൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ, അവരുടെയൊക്കെ ജീവിതവുമായി അദ്ദേഹം എങ്ങനെയാണ് വളരെ വിദഗ്ധമായിട്ട് അസാമാന്യമായ കരുതലോടെയും കരുത്തോടെയും അത് കണക്ട് ചെയ്തത് എന്ന് പരിശോധിക്കുകയാണ്. അത് ഒരു ബ്രാൻഡായി ശ്രീനിവാസൻ എന്ന ഒരു ബ്രാൻഡ് സൃഷ്ടിക്കപ്പെടുമ്പോൾ ആ ബ്രാൻഡിനുള്ളിൽ നിന്നും മറ്റു ബ്രാൻഡുകൾ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുക, അല്ലെങ്കിൽ മറ്റു ബ്രാൻഡുകൾക്ക് എങ്ങനെയാണ് പ്രചോദനമാകുക, ഒരാൾ മറ്റൊരാളെ സഹായിക്കുന്ന ഒരു ബ്രാൻഡിങ് കൾച്ചർ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നാണ് ഇന്ന് പരിശോധിക്കുന്നത്. ഇത് വരും നാളേക്കുള്ള ഒരു പക്ഷെ ഒരു ചൂണ്ടുപലക കൂടിയായിരിക്കും, പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ചർച്ച കൂടിയായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ബ്രാൻഡിംഗ് ഗുരുവായിട്ടുള്ള ശ്രീ ഡൊമിനിക് സാവിയോ ആണ്. ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ നിന്നും സിനിജിയും ഒപ്പം ചേരുന്നു. വെൽക്കം. താങ്ക് യു. ഡൊമിനിക് ജി, അങ്ങ് ഒരു ശ്രീനിവാസൻ ആരാധകനാണ്. ആ നിലയ്ക്ക് കഥ പറയുമ്പോൾ എന്ന സിനിമയുടെ ചുവട് പിടിച്ചിട്ട് ബ്രാൻഡിങ്ങിന് വേണ്ടി, വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ബ്രാൻഡിന് വേണ്ടി അങ്ങ് മറ്റൊരു സിനിമ നിർമ്മിക്കുകയുണ്ടായി, അതിന് നേതൃത്വം കൊടുക്കുകയുണ്ടായി. ഈ വിഷയത്തെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ലൊരു സിനിമാക്കാരനോ അല്ലെങ്കിൽ ഒരു തിരക്കഥാകൃത്തിനോ അപ്പുറം അദ്ദേഹത്തെ നമുക്കൊരു മാർക്കറ്റിംഗ് പ്രൊഫസർ എന്ന് വിളിക്കാം. നമ്മൾ ഫിലിപ്പ് കോട്ട്ലറിൻ്റെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള വിഷയങ്ങൾ ഇന്ന് മാനേജ്മെൻറ്റ് സ്കൂളിലും അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന ആൾക്കാരിലും ഓൺട്രപ്രനേഴ്സ് ആയാലും എല്ലാം ആവേശപൂർവ്വം പഠിക്കുകയും പരിശീലിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ശ്രീനിവാസന്റെ സിനിമകൾ സത്യത്തിൽ നമുക്ക് ഓക്സ്ഫോർഡിലേക്കും കേംബ്രിഡ്ജിലേക്കും അല്ലെങ്കിൽ യെയിലിലേക്കും ഒന്നും പോകേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ കുറേ സിനിമകൾ നോക്കി കണ്ടാൽ മാത്രം, അല്ലെങ്കിൽ പഴയ DVD ഇട്ട് കാണുകയോ അല്ലെങ്കിൽ OTTയിൽ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കണ്ടാൽ മാത്രം നമുക്ക് വളരെയധികം റിയലിസ്റ്റിക് ആയിട്ടുള്ള ബിസിനസ് പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. മാർക്കറ്റിംഗ് പ്രൊഫസറായിട്ട് അദ്ദേഹത്തെ കാണാവുന്നതാണ് അല്ലേ? തീർച്ചയായിട്ടും. കാരണം മലയാളത്തില് VKN ആണ് ശ്രീനിവാസൻ എന്ന് പറയാം, മലയാള സിനിമയിൽ. അതല്ലെങ്കിൽ മലയാളത്തിലെ ബെർണാഡ് ഷാ ആണെന്ന് പറയാം, അഭിനയത്തിന്, തിരക്കഥയിൽ, നാടകമൊക്കെ എഴുതുന്ന ശൈലി. അപ്പോൾ മലയാളിയുടെ കപടബോധങ്ങളെ എപ്പോഴും വെള്ളിത്തിരയിലൂടെ കീറി മുറിക്കാൻ കഴിയുന്നത് ശ്രീനിവാസന്റെ സംഭാഷണങ്ങളിലൂടെയാണ്. 1990കളുടെ തുടക്കത്തിലാണ് തോന്നുന്നു സന്ദേശം എന്ന് പറയുന്ന സിനിമ എഴുതുന്നത്. അന്ന് എഴുതിയപ്പോൾ സത്യനന്ദിക്കാടിനോട് പറഞ്ഞൊരു കാര്യം, ഇതിൽ ഞാൻ എഴുതുന്ന പല ഡയലോഗുകൾ അത് കാലാനുവർത്തിയായിരിക്കും. ആലോചിച്ച് നോക്കി, ഇപ്പോൾ പോളണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല, പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത്. ശ്രീനിവാസന്റെ ബ്രാൻഡ് ഡയലോഗല്ലേ. ഇത്തരത്തിൽ എത്രയോ കാര്യങ്ങളുണ്ട്. ഇതുപോലെ തന്നെ അറബിക്കഥയുമായി ബന്ധപ്പെട്ട്, തലയണ മന്ത്രവുമായി ബന്ധപ്പെട്ട്, ചിന്താവിഷ്ടമായ ശ്യാമളയുമായി ബന്ധപ്പെട്ട് അവിടെയൊക്കെ തന്നെ ശ്രീനിവാസനെ പോലെ കുറുകിയ, കാണാൻ അത്രയും സൗന്ദര്യമില്ല എന്ന് സ്വയം പറയുന്ന ഒരു നടൻ. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ നിലനിന്നിരുന്ന സമയത്താണ് തൻ്റെതായ പാതയിലൂടെ ഒരു വഴി വെട്ടിത്തെളിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. എത്ര മനോഹരമായ സിനിമകൾ ഇറങ്ങിയാലും മലയാളി ശ്രീനിവാസന്റെ ചിത്രത്തിനായി കാത്തിരുന്നൊരു കാലമുണ്ട്. തലയണ മന്ത്രവും സന്ദേശവും അതിനൊക്കെ ഉദാഹരണമാണ്. നല്ല ഉദാഹരണങ്ങളല്ലേ അത് ശരിക്കും? തീർച്ചയായിട്ടും. ഈ പറഞ്ഞ എല്ലാ സിനിമകളിൽ നിന്നും, അതായത് ഇപ്പോൾ പറഞ്ഞ സിനിമകളിൽ ഇപ്പോൾ സന്ദേശമായാലും വരവേൽപ്പായാലും കഥ പറയുമ്പോഴായാലും എല്ലാ സിനിമകളിലും ഓരോ മാർക്കറ്റിംഗ് പാഠങ്ങൾ ഉണ്ട്, അതിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഞാൻ പറയുന്നത് അതായത് ഈ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് എപ്പോഴും മാർക്കറ്റിംഗ് നോക്കിക്കാണുന്നത്. അങ്ങനെ ആകുമ്പോൾ ഞാൻ ഓരോ സിനിമകളെടുത്ത് നമുക്ക് പരിശോധിക്കാം. അങ്ങയുടെ ഒരു ആംഗിൾ നമുക്ക് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഒരു സിനിമയിൽ നിന്ന് തുടങ്ങാം. കഥ പറയുമ്പോൾ എന്ന സിനിമ, അത് മുന്നോട്ട് വെക്കുന്ന ഒരു മാർക്കറ്റിംഗ് ആശയം, അതല്ലെങ്കിൽ അത് കൊടുക്കുന്ന ഒരു സന്ദേശം, ഒരു വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ 2 ആശയങ്ങൾ തമ്മിൽ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവണത, ഒരു പ്രോസസ്സ് അവിടെ നടന്നു എന്ന് മുമ്പ് പറയുകയുണ്ടായി. അതൊന്ന് വിവരിക്കാം. അതായത് കഥ പറയുമ്പോൾ എന്ന സിനിമ പറയുന്നത് സോഷ്യൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇന്റഗ്രിറ്റിയെ കുറിച്ചാണ്. സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾക്ക് ജീവിതത്തിൽ പരാജയങ്ങളോ
ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പടുത്തുയർത്തിയ നല്ല ബന്ധങ്ങൾ, നമ്മളുടെ നല്ല കൂട്ടുകെട്ടുകൾ നമുക്കൊരു സഹായകമായി വന്നേക്കാം. പലപ്പോഴും ഒരു വലിയ ബ്രാൻഡിൻ്റെ ഒരു ഹാൻഡ് ഷേക്കാണ് ചില മാർക്കറ്റിൽ കൊച്ചു ബ്രാൻഡുകളെ ഷേപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ഉദാഹരണത്തിന് അതായത് നമുക്കൊരു എൻഡോസ്മെന്റ് ബ്രാൻഡ് എന്ന് പറയാം. അതായത് ഇപ്പോൾ അതിനകത്ത് അശോക് രാജ് വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ബാർബർ ബാലനായി തന്നെ ഇരിക്കുമായിരുന്നു ആ സിനിമയിൽ, അല്ലെ? സോഷ്യൽ ക്യാപിറ്റലാണ് അശോക് രാജുമായിട്ടുള്ള ബന്ധം. അത് നമ്മൾ മാർക്കറ്റിംഗിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡിന് മറ്റൊരു ബ്രാൻഡ് എൻഡോസ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഇപ്പോൾ നെസ്ലെ കിറ്റ്കാറ്റ് ഒരു ബ്രാൻഡാണ്. ആ കിറ്റ്കാറ്റിന് കൂടുതൽ പ്രാമുഖ്യം കിട്ടുക അല്ലെങ്കിൽ കൂടുതൽ വലിപ്പം കിട്ടുക എപ്പോഴും നെസ്ലെ എന്നൊരു ബ്രാൻഡ് പുറകിൽ നിൽക്കുന്ന. ഒരു ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ ലോക്കൽ ഇതിൽ നമ്മൾ നോക്കി പറയുകയാണെങ്കിൽ ഇപ്പോൾ ആഡ്ലെക്സ് ഹോസ്പിറ്റലുണ്ട്, ആഡ്ലെക്സ് ഹോസ്പിറ്റൽ. അപ്പോളോ ആഡ്ലെക്സ് എന്ന് പറയുമ്പോഴാണ് ആഡ്ലെക്സിന് കൂടുതൽ ചേരുമ്പോഴാണ് കൂടുതൽ സ്വീകാര്യതയും വലിപ്പവും ഒക്കെ കിട്ടുക. അപ്പൊ അങ്ങനെ നമ്മളൊരു ഇതിന്റെ സോഷ്യൽ ക്യാപിറ്റലിസത്തിന്റെ നമ്മളൊരു സോഷ്യൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ നമ്മളൊരു ഇന്റഗ്രിറ്റിയുടെ ഒരു കഥ പറയുന്ന ഒരു ചിത്രമാണ് നമ്മള് ഇപ്പൊ ഈ പറഞ്ഞ കഥ പറയുമ്പോൾ അല്ല, ആ ബ്രാൻഡുകൾ ചേർന്നിരിക്കുമ്പോൾ ഒരു പ്രശ്നമായി. മലയാളി എന്ന് പറയുന്നത് അപകർഷതാബോധത്തിന്റെ ഒരു വലിയ ഉദാഹരണം എന്ന് പറയാം. എപ്പോഴും അങ്ങനെയാണ്. ഇതിനകത്ത് ശ്രീനിവാസൻ എന്തുകൊണ്ടാണ് മമ്മൂട്ടിയെ ഒരു സിനിമ കണ്ടതിന് ശേഷം പോയി കാണാഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട് എന്റെ അപകർഷതാബോധമാണെന്ന് പറയുന്നത്. അപ്പം മമ്മൂട്ടി തിരിച്ചു ചോദിക്കുന്നതാണ് എന്നോടോ ബാല എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഈ ബ്രാൻഡ് സൃഷ്ടിക്കുമ്പോൾ ഈ അപകർഷതാബോധം എപ്പോഴും അവിടെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാക്കുന്നില്ല. ബ്രാൻഡിങ്ങിൽ അത് വരില്ല. ബ്രാൻഡിങ്ങിൽ എപ്പോഴും നമ്മൾ ഈ ഹ്യൂമൻ റിലേഷൻഷിപ്പും ബ്രാൻഡിങ്ങിനെ നമ്മൾ രണ്ടും രണ്ടായിട്ട് കാണണം. ബ്രാൻഡിങ്ങിൽ ഞാൻ പറഞ്ഞു തന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ശ്രീനിവാസൻ നമുക്ക് സമ്മാനിച്ച ഒരു ചിത്രത്തെ, ഒരു സിനിമയെ അത് ബ്രാൻഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എടുക്കേണ്ട ലെസൻസാണ്. എങ്ങനെയാണ് ബാർബർ ബാലൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സമൂഹത്തിൽ ഇത്രയധികം സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ടാക്കുകയും അദ്ദേഹത്തിന് നാട്ടുകാർ കൂടി കൂടുതൽ സ്വീകാര്യനാകുകയും ചെയ്തത് എന്ന് പറയുന്നത് അശോക് രാജ് എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നുകൊണ്ടാണ്. അത് അവിടെയാണ് അശോക് രാജിൻ്റെ ഒരു എൻഡോസ്മെന്റ് ശ്രീനിവാസന്റെ പുറകിൽ വരുന്നത്. അതാണ് ആ ഒരു ചിത്രം. പിന്നെ അതിൻ്റെ അകത്ത് വലിയൊരു ഇന്റഗ്രിറ്റി ഉണ്ട്. നല്ലൊരു ഒരു കൊച്ചു ഗ്രാമം, ആ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു ബാർബറെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഒരു ബാർബറിന്റെ ബിസിനസ് നമ്മൾ പറയുമ്പോൾ സാധാരണക്കാരനായ ഒരു ബിസിനസ്സാണ്. പക്ഷെ ആ ബിസിനസ്സിന് ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണം, അല്ലേ? അപ്പോൾ ഒരു കറങ്ങുന്ന കസേര എന്ന് പറഞ്ഞാൽ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് വേണം. അതില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് പുരോഗതിക്കാത്തത്. പക്ഷെ അദ്ദേഹത്തിന് മറ്റൊരു വ്യക്തിയുടെ പിൻബലം ഉണ്ട് എന്ന് കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് സഹായമായിട്ട് പലരും എത്തുകയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റി ആണ് ആ ബ്രാൻഡിനെ അതിൽ കൂടുതൽ വലുതാക്കി മാറ്റുന്നത്. ശ്രീനിവാസന്റെ ഇന്റഗ്രിറ്റി ഒരു ബന്ധമുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഇപ്പൊ ഒരു ബ്രാൻഡ്, ഒരു ചെറിയ ബ്രാൻഡ് എന്നിരിക്കട്ടെ, മറ്റൊരു വലിയ ബ്രാൻഡ് വന്ന് അതിൽ ഇൻവെസ്റ്റ്മെന്റോ മറ്റു കാര്യങ്ങളോ ചേരുമ്പോഴാണല്ലോ ഇത് പെട്ടെന്ന് വലുതാവുന്നത്. അല്ല, അതിന്റെ മുകളിൽ ഒരു വിശ്വാസം പെട്ടെന്ന് രൂപീകരിക്കപ്പെടും. അതെ, അതായത് നമ്മുടെ വ്യക്തിപരമായ നമ്മളൊരു പേഴ്സണൽ ഇമേജറി. ഇന്നിപ്പോ ഒരു ഓൺടർപ്രണറെ സംബന്ധിച്ചിടത്തോളം ഓൺടർപ്രണറുടെ ഒരു ബിസിനസ്സിലേക്ക് മറ്റുള്ളവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നപ്പോഴാണ് ആ ബ്രാൻഡിന്റെ ഒരു ക്രെഡിബിലിറ്റി വരുന്നത്, അല്ലേ? അപ്പൊ ഇതൊക്കെ ടു ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ വരില്ലെങ്കിലും ഇതിൽ നിന്നൊക്കെ നമ്മൾ ഒപ്പിയെടുക്കേണ്ടത് ശ്രീനിവാസൻ അതിന്റെ കൂടി മെസ്സേജുകളാണ്. ഈ മെസ്സേജിലും അതിലുള്ള ഏറ്റവും വലിയ മെസ്സേജാണ് ബ്രാൻഡിന്റെ, ചെറിയ ബ്രാൻഡിന്റെ ക്രെഡിബിലിറ്റി. ബാർബർ ബാലൻ എന്തൊക്കെ ഉണ്ടായിട്ടും പോയിട്ട് ഒരു കൈ നീട്ടാൻ പോകുന്നില്ല. അതെ, ആ ഇന്റഗ്രിറ്റി കാത്തു സൂക്ഷിക്കുന്നുണ്ട്, അല്ലെ? ക്രെഡിബിലിറ്റി കാത്തു വിടുന്നില്ല. അപ്പൊ അയാൾ എന്ത് വിഷമമുണ്ടെങ്കിലും സഹിച്ചുകൊണ്ട് അയാൾ ഒരു കമാന്ന് അക്ഷരം ഇട്ടാതെ എനിക്കിങ്ങനെ വലിയ ബന്ധമുണ്ടെന്ന് പറഞ്ഞു നടക്കാതെ വിളിച്ചു പോവാതെ അയാൾ നിൽക്കുകയാണ്. അതാണ് ബ്രാൻഡിന്റെ ഇന്റഗ്രിറ്റി, അല്ലെ? അതാണ് ബ്രാൻഡിന്റെ. അല്ല, സ്വന്തം ഭാര്യ അതിനകത്തൊരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രകാശ് ആള് അടുത്ത സുഹൃത്താണെങ്കിൽ പോയി നേരിട്ട് കണ്ടുകൂടെ? അപ്പം വളരെ ഒരു എന്താ പറയുക, പ്രൈവറ്റ് നിമിഷത്തിൽ അയാൾ പറയുന്നുണ്ട് എന്നെ ചിലപ്പം അയാൾ തിരിച്ചറിയുമോ എന്നുള്ള. അപ്പൊ അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഈ അപകർഷതാബോധം ഈ മലയാളിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അപ്പൊ ഈ ചെറിയ ബ്രാൻഡുകൾ വലിയ ബ്രാൻഡുകളോടുകൂടി ഒന്ന് മേർജ് ചെയ്യണമെങ്കിൽ എല്ലായ്പ്പോഴും കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാവും. കാരണം നമ്മളെ ഈ ബ്രാൻഡിങ്ങിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗിൽ മറ്റൊരു ബ്രാൻഡിൽ ഒരു വലിയ ബ്രാൻഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മറ്റു പല കാരണങ്ങളുണ്ട്. നമുക്ക് ഈ ഒരു സിനിമയെ വെച്ചിട്ട് അതിൻ്റെ ഒരു തലത്തിലേക്ക് പോകാൻ പറ്റില്ല. നമ്മൾ ഒരു സിംബോളിക്കലായിട്ട് ഇതിൻ്റെ അകത്ത് എടുക്കാവുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞ് ഇതാണ് ഞാൻ പറഞ്ഞത്. കാരണം ശ്രീനിവാസന്റെ സിനിമയെ വെച്ച് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ബ്രാൻഡിന് വലിപ്പം കിട്ടുന്നത് ആ ബ്രാൻഡിന് പിന്നിൽ മറ്റൊരു ശക്തനായ ബ്രാൻഡ് വരുമ്പോഴാണ്. അതാണ് അവിടെ ഞാൻ പറഞ്ഞൊരു ഹാൻഡ് ഷേക്ക്. വലിയ ബ്രാൻഡുകൾ കൊച്ചു ബ്രാൻഡുകൾ കൊടുക്കുന്ന ഹാൻഡ് ഷേക്ക് ഒരു ബ്രാൻഡിന്റെ ഷേപ്പിനെ തന്നെ മാറ്റിയേക്കാം. അതാണ് അതിന്റെ അകത്തുള്ള കൃഷ്ണകുചാല ബന്ധമാണ് അതിനെ ബേസ് ചെയ്തിട്ട്. തീർച്ചയായും. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ബ്രാൻഡിങ് ഭാഗത്തു നിന്ന് തന്നെ ആലോചിച്ച് നോക്കുമ്പോൾ
ഒരു പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ബാർബർ ബാലൻ എന്ന് പറഞ്ഞ ഇന്റഗ്രിറ്റി ഉള്ള അല്ലെങ്കിൽ കൃത്യമായ നിർബന്ധമായിട്ടും ക്വാളിറ്റി ജീവിതത്തിൽ സൂക്ഷിക്കുന്ന ഒരു ബ്രാൻഡാണ്. ആ ഒരു ബ്രാൻഡാണല്ലോ ബാർബർ ബാലൻ എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ ഒരു ബ്രാൻഡാണ്. അയാൾക്ക് ചില ഇന്റഗ്രിറ്റി ഉണ്ട്. ആ ഇന്റഗ്രിറ്റി അയാൾ എവിടെയും അടിയറവ് വെക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അയാളുടെ അടുത്തേക്ക് കുറേം കൂടെ വലിയ ഒരാൾ വന്നു ചേരുമ്പോൾ ഇതങ്ങ് വലുതാവുകയാണ്, അല്ലെ? തീർച്ചയായിട്ടും പെട്ടെന്ന് അങ്ങ് വലുതാവുകയാണ്. അപ്പൊ നമ്മൾ എനിക്ക് തോന്നിയ പാഠം ഇതാണ്. ആ സിനിമ എനിക്ക് തോന്നിയ ഒരു പാഠം എന്ന് പറയുന്നത്, നമ്മളൊരു എത്രയോ ചെറിയ ബ്രാൻഡായാലും എന്തായാലും ഒരു മനുഷ്യനായാലും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഇന്റഗ്രിറ്റി എപ്പോഴും പ്രോഡക്റ്റ് ആയാലും ബ്രാൻഡ് അല്ലെ, വളരെ വലുതാണ്. ബ്രാൻഡിങ്. ആ ഇന്റഗ്രിറ്റി തന്നെയാണ് നമ്മളൊരു സോഷ്യൽ ക്യാപിറ്റലായിട്ട് മാറുക. ബ്രാൻഡിന് അത് ലോങ് ടൈമിൽ എക്സിസ്റ്റൻസിൽ നമ്മുടെ വളർച്ചയിൽ ഒക്കെ ഒരു വലിയൊരു ക്യാപിറ്റലായിട്ട് അത് മാറും. നോക്കൂ ശരിജി, നമ്മള് വരവേൽപ്പ് എന്ന് പറഞ്ഞ സിനിമ ഒന്ന് എടുത്തു. വരവേൽപ്പ് എന്ന് പറഞ്ഞ ഒറ്റ സിനിമ കൊണ്ട് കേരളത്തിലെ ചെറുകിട സംരംഭകർ, SME സെക്ടറിൽ ജോലി ചെയ്യുന്ന സംരംഭകർ, ബസ് വാങ്ങി മുതലാളിമാരാൻ വേണ്ടി സ്വപ്നം കണ്ടിരുന്ന എത്രയോ സംരംഭകരെ പ്രതിനിധീകരിക്കുന്ന ഒരു സിനിമയാണ് ഇപ്പോഴും, അല്ലെ? ശരിയല്ല? അത് ശരിക്കും പറഞ്ഞാൽ ഈ മലയാളി വിദേശത്ത് പോയി കുറച്ച് പൈസയൊക്കെ ആയിട്ട് വരുന്നു. അവൻ വരുന്നിട്ട് ഇവിടെ മുതലാളിയാകാനല്ല വരുന്നത്, തന്റെ നാട്ടിലുള്ള കുറെ പേർക്ക് ജോലി കൊടുക്കാന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു മലയാളിയെ എങ്ങനെയാണ് ബൂർഷിയാക്കി മാറ്റാൻ കഴിയുക എന്ന് ആ ഒരു സിനിമയിലൂടെ തെളിയിക്കുകയാണ്. അയാളുടെ മനസ്സിലുള്ള പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നു. ഒടുവിൽ ശ്രീനിവാസൻ തന്നെ പറഞ്ഞാണ്, ഞാനൊരിക്കൽ തിരിച്ച് എന്റെ കണ്ണൂരിലെ നാട്ടിലേക്ക് ചെന്നപ്പോൾ ഒരു സംഭവകതയായിരുന്നു ഈ വരവേൽപ്പിൽ ഉണ്ടായിരുന്നു പറയാം. അവിടെ ചെന്നപ്പോൾ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ചോദിച്ചു, ഇത്രയും വേണമായിരുന്നു എന്ന്. അപ്പോൾ ആ കൃത്യം, പക്ഷെ അതിനകത്തൊരു വൈരാഗ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അപ്പൊ ഈ വിഗ്രഹങ്ങളെയൊക്കെ തച്ചുടയ്ക്കാനായിട്ട് ഒരു അപൂർവമായ കഴിവ് ശ്രീനിവാസനുണ്ട്. ഇപ്പൊ ഇത് മാത്രമല്ല, ഇപ്പൊ ഈ ശ്രീനിവാസൻ വലിയ നല്ല സിനിമകളൊക്കെ അവതരിപ്പിക്കുമ്പോൾ സത്യനന്ദിക്കാടിന് ഒരു വലിയ പങ്കുണ്ട്. ഈ സത്യനന്ദിക്കാട് ഈ ഗ്രാമത്തിന്റെ മണമുള്ള ചിത്രങ്ങളാണ് എടുക്കുന്നതൊക്കെ പറയുമ്പോഴും സത്യനന്ദിക്കാട് പറഞ്ഞത്, ശ്രീനിവാസൻ എന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സത്യനന്ദിക്കാട് ഉണ്ടാകുമായിരുന്നില്ല. ഒരുപക്ഷെ മോഹൻലാലിന് ഇത്രയും മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ഒരു കോമ്പിനേഷനായിട്ട് ശ്രീനിവാസൻ കൂടെ എന്നുകൊണ്ടാണ്. മാത്രമല്ല സ്വന്തമായിട്ട് സംവിധാനം ചെയ്യുന്ന തലയണമന്ത്രം, ആ സമയത്ത് സത്യനന്ദിക്കാടിനോടല്ല ശ്രീനിവാസൻ ചർച്ച ചെയ്തത്, പ്രിയദർശനുമായിട്ട് ചർച്ച ചെയ്യാനുള്ള കാരണം, പ്രിയദർശന്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ സത്യനന്ദിക്കാട് ചെല്ലുമ്പോൾ പറയാണ്, എന്തിനു വന്നു അഭിനയിക്കാൻ വന്നു, ഒരു കാര്യം ചെയ്യ്, തിരക്കഥ എഴുതിക്കോ, അതെനിക്കറിയത്തില്ല, എങ്കിൽ അടുത്ത വണ്ടിക്ക് വെക്കുമോ, അയ്യോ അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം വീട്ടിൽ പോയിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് തിരക്കഥയിലേക്ക് കടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ പ്രിയനും പറയുന്നുണ്ട് ശ്രീനിവാസൻ. അപ്പൊ പ്രിയൻ അല്ലെ സത്യനന്ദിക്കാട് എന്നൊക്കെ പറയുന്ന വലിയ ബ്രാൻഡുകൾക്കൊപ്പം ശ്രീനിവാസൻ എന്ന് പറയുന്ന ചെറിയ ആൾ കൂടി ചേർന്നപ്പോഴാണ് അവര് മികച്ച തിരക്കഥാകൃത്തും സംവിധായകനും അങ്ങനെയൊക്കെ മാറില്ല. ഞാൻ സത്യത്തിൽ വിചാരിക്കുന്നത് നേരെ തിരിച്ചാ. ശ്രീനിവാസൻ എന്ന ഒരു വലിയ ബ്രാൻഡിനോട് ഈ ചെറിയ ബ്രാൻഡുകൾ ചേർന്നപ്പോൾ എവിടെയെങ്കിലും വലിപ്പം അവരൊന്നും മോശക്കാരാണെന്ന് ഞാൻ പറയില്ല. അവരൊക്കെ വലിയ ആളുകളാണ്, മഹാന്മാരായിട്ടുള്ള ആളുകളാണ്, അത് തത്തുല്യരായിട്ടുള്ള ആളുകളാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ഈ വരവേൽപ്പിനെ എങ്ങനെയാണ് നമ്മൾ നോക്കി നമ്മുടെ ഈ വിഷയം അതാണ്. വരവേൽപ്പ് ഞാനത് പറഞ്ഞുകൊണ്ട് പറയാം. ചില ഈ ശ്രീനിവാസൻ പിന്നീട് വന്ന ചില ആളുകൾ നേരത്തെ ജനിക്കുന്നു, അതുകൊണ്ട് അവർ സൂപ്പർ സ്റ്റാറുകളാവുന്നു, അല്ലെങ്കിൽ അവർ ടീച്ചേഴ്സ് ആവുന്നു. ചില ആളുകൾ താമസിച്ച് ജനിക്കുന്നു, അതുകൊണ്ട് അവരുടെ സ്റ്റുഡൻസ് ആവുന്നു, വിദ്യാർത്ഥികളാവുന്നു എന്ന് പറയും. അതുകൊണ്ട് അയാളുടെ കഴിവ് ഒരിക്കലും കുറയുന്നില്ല. ശ്രീനിവാസൻ താമസിച്ചു വന്നു, പ്രിയദർശൻ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ ശ്രീനിവാസനും പ്രിയനും എല്ലാം ആ ഒരേ ലെവലിലേക്ക് ഒരേ വലിപ്പത്തിൽ വളർന്നു വന്ന ആൾക്കാരാണ്. അവരെ ഇരുകൂട്ടരും പറയുന്നത് ശ്രീനിവാസനാണ് വലിയ ആളെന്ന് തന്നെയാണ്. ആണ് മേന്മ. അത് ഓരോരുത്തരും അവരവരുടെ ഹ്യൂമിലിറ്റി കൊണ്ട് മറ്റൊരാളെ പറ്റി ആ രീതിയിൽ പരാമർശിക്കുമെങ്കിൽ അവരെല്ലാവരും ഒരേ തലത്തിൽ നിൽക്കുന്ന പ്രതിഭാശാലികളായിട്ടുള്ള ആൾക്കാരാണ്. ശ്രീനിവാസൻ താമസിച്ചു വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതിഭ ഒട്ടും കുറയുന്നില്ല. അദ്ദേഹം കാരണം അദ്ദേഹത്തിനുള്ളിൽ പ്രതിഭ ഉറങ്ങിക്കിടക്കുന്നത് കാരണം ആ പ്രതിഭ പുറത്തേക്ക് വന്നു. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയിൽ കൂടി തന്നെ വന്നു. വരവേൽപ്പിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വരവേൽപ്പ് ശരിക്കും തുറന്നു കാണിക്കുന്നത് ഒരു സോളോ എന്റർപ്രനറുടെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഒരു സോളോ എന്റർപ്രനർ നമ്മുടെ സാമൂഹിക സാഹചര്യത്തിൽ എങ്ങനെ ബിസിനസ് ചെയ്യും എന്നുള്ളതാണ്. അതായത് നമുക്ക് എന്റർപ്രനർ തന്നെ ഇറങ്ങിയിട്ട് ഒരു ബിസിനസ്സുകാരന് സ്വയം വണ്ടി ഓടിക്കാൻ പറ്റും, പക്ഷെ കമ്പനി അതുപോലെ ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ അത് വലിയൊരു യാഥാർത്ഥ്യം. അപ്പോൾ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള എൻവയോൺമെന്റിലെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടണം. അതിൻ്റെ തന്നെ ഒത്തിരി ലെസൺസ് ഉണ്ട്. കാരണം ഒരു എംപ്ലോയി മാനേജ്മെന്റ് എങ്ങനെ കൊണ്ടുപോകണം, ഒരു ഹ്യൂമൻ റിസോഴ്സസ് അതിൻ്റെ ഒരു സ്ട്രാറ്റജിയൊക്കെ നമുക്ക് അതിൻ്റെ അടുത്ത് കൊണ്ടുവരാം. കാരണം എംപ്ലോയി അസറ്റ് എങ്ങനെ ബിൽഡ് ചെയ്യണം, എംപ്ലോയീസിൻ്റെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, തൊഴിലാളി പ്രശ്നങ്ങളുണ്ട്.
ഇതെല്ലാം ആ ചിത്രത്തിൽ ഒരു ബിസിനസ്സുകാരൻ നേരിടുന്ന ഒരു കാലഘട്ടത്തിലെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ വലിയ ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് പോയിട്ട് ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും എല്ലാം വിജയിച്ച് അല്ലെങ്കിൽ IIM പഠിപ്പിക്കുന്ന വലിയ ബിസിനസ് സ്ട്രാറ്റജികളെ നോക്കിക്കാണാതെ നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലത്തിലുണ്ടാകുന്ന ഇത്തരം വിഷയങ്ങളെ ശ്രീനിവാസന്റെ സിനിമകളിലൂടെ ശ്രീനിവാസൻ പകർന്നു നൽകുന്നത് നമുക്ക് ചുറ്റുമുണ്ടാകുന്ന കാര്യങ്ങളാണ്. എപ്പോഴും ഹ്യൂമൻ ഇൻസൈറ്റ് ആണ് ഒരു ബിസിനസ്സിനെ വലുതാക്കുക. ഡീപ്പറായിട്ടുള്ള ഹ്യൂമൻ ഇൻസൈറ്റ് നമുക്ക് നമ്മുടെ പരിസരത്ത് നിന്ന് തന്നെ നമുക്ക് തേടിയെടുക്കാൻ പറ്റുമെങ്കിൽ അതിനേക്കാൾ വലിയ ലെസൺസ് ഇല്ല. അപ്പൊ അതിലൂടെ പകർന്നെടുക്കുന്ന മുരളി എന്ന് പറയുന്ന ഒരാൾ വിദേശത്ത് നിന്ന് വന്ന് കുറച്ച് പൈസ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നു. അദ്ദേഹം നേരിടുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകുന്ന സിസ്റ്റംസും ഒക്കെ. അപ്പൊ അതിനോടൊക്കെ ഒരു ബിസിനസ്സുകാരൻ എങ്ങനെ പൊരുത്തപ്പെടണം എന്നൊക്കെ ഒത്തിരി ലെസൺസ് അതിൻ്റെ അകത്തുണ്ട്. നമുക്ക് ഓരോ ഇതായിട്ട് അതിനെ എടുത്ത് പരിശോധിക്കാൻ. മിഥുനം എന്ന സിനിമ നോക്കൂ. മിഥുനം എന്ന സിനിമയ്ക്കകത്ത് ബ്യൂറോക്രസിക്കെതിരായിട്ടാണ്. ഒരു ബ്യൂറോക്രസിയുടെ ചെറിയ രൂപമാണ്. അത് എത്ര മനോഹരമായിട്ടുണ്ട്. ഒരു പുതിയ സംരംഭം തുടങ്ങാനായി ഇറങ്ങി പുറപ്പെടുന്ന ഒരാൾ അവിടെ ബസ് മുതലാളി ആവാനാണെങ്കിൽ ഇവിടെ മറ്റൊരു ചെറിയ ഇൻഡസ്ട്രി തുടങ്ങാനാണ്. ചെറിയ ഇൻഡസ്ട്രി ലൈസൻസിന് വേണ്ടി മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുന്ന ഒരാൾ അതെങ്ങനെയാണ് അത് വഴിതിരിച്ച വിട്ട ഒരു സ്വപ്നം അതിന് കൂടെ ഒരു ഫാമിലിയും കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് തകർന്നു പോകുന്നത് എന്ന് വളരെ സ്ലാപ്സ്റ്റിക് ആയിട്ട് ശ്രീനിവാസൻ പറയുകയാണ്. അതായത് ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത് ബിസിനസ് തുടങ്ങുന്നതിനേക്കാൾ എളുപ്പം. ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റും, ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രതിസന്ധി. അപ്പൊ അതിന് ഈ നമ്മുടെ ചുറ്റുമുള്ള റെഡ് ടേപ്പിസം, ഇന്ന് നമ്മൾ കാണുന്ന ഈ ചുവപ്പ് നാട, അത് പലപ്പോഴും അതായത് ബിസിനസ്സിൽ എത്രമാത്രം പ്ലാനിങ് ആവശ്യമാണെന്നുള്ളതാണ്. നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ പ്രൊക്യൂർമെന്റ്, നമ്മളതിൻ്റെ മാർക്കറ്റിങ്, നമ്മളതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. നമ്മൾ പലപ്പോഴും നമ്മൾ ഇഗ്നോർ ചെയ്യുന്നത് ഇതിൻ്റെ ലീഗാലിറ്റീസും ഇതിനൊരു കമ്പനി തുടങ്ങാൻ വേണ്ടുന്ന ലൈസൻസിങ്ങും സിസ്റ്റംസും ഇതൊക്കെ നമ്മൾ പലപ്പോഴും ഇഗ്നോർ ചെയ്യും. ഒപ്പം നമ്മൾ ഇതിനൊരു മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരിക്കലും അതിൻ്റെ ഒരു ലീഗാലിറ്റിയെ പറ്റി ഇത് നടക്കുന്ന ഒരു സമയക്രമമുണ്ട്. ചിലപ്പോൾ ഒരു ബിസിനസ്, ഇത്തരം ബിസിനസ്സുകളിൽ എൻവിറോൺമെന്റ്, പൊല്യൂഷന്റെ പലതിൻ്റെയൊക്കെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഇത് നേരിടുന്ന കടമ്പകൾ നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. അപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നതും യഥാർത്ഥത്തിൽ ബിസിനസ് രംഗത്ത് അനുഭവിക്കുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആ ഒരു തീവ്രതയാണ് ശ്രീനിവാസൻ ഈ ചിത്രത്തിലൂടെ ശരിക്കും പ്രയാസങ്ങളെ കൃത്യമായി അഡ്രസ് ചെയ്യാണ് അല്ലെ. അതെ, അയാൾ ഒരുപക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അത് ഇവിടുന്ന് പെറുക്കിടും. ഞാൻ എനിക്ക് അത്രയും പേഴ്സണലി അടുത്തറിയാവുന്ന ഒരാളാണ് ശ്രീനേട്ടൻ. പക്ഷെ എങ്ങനെയാണ് അദ്ദേഹം ഇത് പെറുക്കിയെടുക്കുന്നത്? ഈ ആളുകളൊക്കെ പരിചയപ്പെട്ട് അവരുടെയൊക്കെ ജീവിതത്തിലുണ്ടാവുന്ന ചില കഥകളൊക്കെ ഒരുപക്ഷെ സ്വാംശീകരിച്ചിട്ടായിരിക്കണം. പൊളിറ്റിക്കൽ ബ്രാൻഡിങ്ങിനെ കുറിച്ച് നോക്കൂ, സന്ദേശം അല്ലെ. അതായത് പൊളിറ്റിക്കൽ ബ്രാൻഡ് ഇപ്പൊ എത്ര നല്ല, അതായത് പൊളിറ്റിക്കൽ ബ്രാൻഡിങ്ങിലും അത് പറയുന്നത് എത്ര നല്ല ഐഡിയോളജി ആയിരുന്നു, നമ്മൾ എത്ര നല്ല സ്ട്രാറ്റജി ഉണ്ടാക്കിയാലും ഗ്ലോബലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി, കമ്മ്യൂണിസം എന്ന് പറയുന്ന ഗ്ലോബലി പ്രൂവൺ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, അതിൽ വിശ്വസിക്കുന്ന ഒരാള് അദ്ദേഹത്തിന്റെ ഐഡിയോളജി ആ ഗ്ലോബലിൽ നടപ്പാക്കിയ രീതിയിൽ ഇവിടെ നടപ്പാക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ഒരു സ്ട്രാറ്റജി നമ്മൾ പലപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുവാൻ വേണ്ടിയിട്ട് വെരി ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് കോൺസെപ്റ്റ് ആണെന്നുള്ളത്. പക്ഷെ മാർക്കറ്റ് റിയാലിറ്റി ആയിട്ട് പലപ്പോഴും ഒത്തുചേർന്ന് പോകത്തില്ല, പരാജയപ്പെടും. അപ്പൊ അതുണ്ടാവും. അതുകൊണ്ട് പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിപ്പോകരുതെന്ന് ശ്രീനിവാസൻ പറയാനായിട്ടുണ്ടാവുന്ന സാഹചര്യം പോലെ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾക്കുണ്ടാകുന്ന ഒരു കോമ്പറ്റേറ്റീവ് കോൺഫ്ലിക്റ്റ്, അത് ആ ബിസിനസ്സിൽ എപ്പോഴും എടുത്തു പറയാവുന്നൊരു സംഭവം. അതൊക്കെ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഉണ്ട്. ഒരു മാർക്കറ്റിൽ നമുക്ക് നേരിടാവുന്ന, നമ്മൾ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കാവുന്ന കാര്യങ്ങളല്ല. ഞാൻ പറഞ്ഞത് ശ്രീനിവാസന്റെ ചിത്രങ്ങൾ എടുത്ത് നോക്കിയാൽ ഒരുപക്ഷെ ചിത്രം പറയുന്നത് നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലത്തെ പറ്റിയോ അല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ പറ്റിയായിരിക്കും. പക്ഷേ ഈ സിനിമകളിലെല്ലാം ഒരു ഓൺട്രപ്രനർക്ക് വേണ്ടുന്ന മെസ്സേജുകൾ, കാരണം ഓൺട്രപ്രനർ ഒരു പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആക്കി എടുക്കുന്ന മാർക്കറ്റിലാണ്. അപ്പോൾ മാർക്കറ്റ് റിയാലിറ്റീസ് ചേർന്ന് നിന്നിട്ടുള്ള കേരളത്തിൻ്റെതായ ഇത്തരം പശ്ചാത്തലങ്ങളുണ്ട്. അത് മറ്റു ഭാഷകളിലൊക്കെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ചക്തിയായാലും മുന്നാബായാലും ഒത്തിരി ഹിന്ദിയിലൊക്കെ ഇതുപോലെയുള്ള സിനിമകളുണ്ടായിരുന്നു. ശ്രീനിവാസന്റെ ഈ സിനിമകളുടെ ഇത്തരം പ്രമേയങ്ങളാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സിനിമ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ശ്രീനിവാസന്റെ സിനിമകളാണ്. ശ്രീനിവാസന്റെ ഒട്ടുമിക്ക സിനിമകളും അന്യഭാഷകളിൽ എടുത്തിട്ടുണ്ട്. ഇപ്പൊ കഥ പറയുമ്പോഴും വരിക, അതേപോലെ നമ്മൾ 3 ലാംഗ്വേജിൽ എടുത്ത സിനിമയാണ്. മറ്റ് ചിത്രങ്ങളും ഒക്കെ, അതായത് തമിഴിലും സൗത്ത് ഇന്ത്യയിലും മറ്റ് അന്യഭാഷകളിലും പോയി, പിന്നെ ഹിന്ദിയിൽ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ശ്രീനിവാസന്റെ മറ്റ് ചിത്രങ്ങൾ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട് അവിടെ വേറെ അതേ ക്യാരക്ടേഴ്സിനെ വെച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റിന്റെ ഒരു വൈഡർ അക്സെപ്റ്റൻസും ഒരു സ്വീകാര്യതയാണ് ഈ ചിത്രത്തെ ഇതിലേക്ക് പോകുന്നത്. അതായത് അദ്ദേഹം കൊടുത്തിരിക്കുന്ന മെസ്സേജിനും അപ്പുറം നേരത്തെ പറഞ്ഞ പോലെ കാലത്തിനും അതീതമായ
ഒരു മെസ്സേജ് അത് എല്ലാ മേഖലകൾക്കും ബാധകമാണ്. നമ്മൾ കാണുമ്പോൾ നമ്മളൊരു സോഷ്യലി അല്ല പൊളിറ്റിക്കലി ഇതായിട്ട് നമ്മളൊരു ഹാസ്യചിത്രമായിട്ട് അതിനെ എടുക്കുമ്പോൾ ഹാസ്യരൂപേണ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ബിസിനസ്സുകാർ നേരിടുന്ന പ്രശ്നങ്ങളും ഇന്നത്തെ ഓൺടർപ്രണേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങളും ഒരു മാർക്കറ്റിലുള്ള ചലനങ്ങളും ഒരു കൺസ്യൂമർ ഇൻസൈറ്റും എല്ലാം അതിനകത്ത് കൃത്യമായി പ്രതിപാദിച്ചു പോകുന്നതാണ് ഓരോ സിനിമ എടുത്ത് നമ്മൾ അദ്ദേഹത്തിന്. അതിനകത്ത് തന്നെ ചില ഡയലോഗ് നോക്കണം. ഇപ്പം താത്വിക അവലോകനം എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു രാഷ്ട്രീയ ആചാര്യൻ പറയുന്നത് ഇന്നും താത്വിക അവലോകനം എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിന് പറയുന്നത് രണ്ട് പാർട്ടികളും തമ്മിൽ ഒരു അന്തർധാര സജീവമായിരുന്നു. ഇന്നും നമ്മൾ പറയുന്ന അന്തർധാര സജീവമാണ്. അപ്പൊ എത്ര മനോഹരമായ രീതിയിലാണ് ആ ഡയലോഗുകളൊക്കെ സൃഷ്ടിച്ചത്. അപ്പം ശ്രീനിവാസൻ സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച കയ്പും മധുരവും ഒക്കെ കൃത്യമായിട്ട് വെള്ളിത്തിരയിലേക്ക് പകർന്നു നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന EK നയനാർക്ക് എന്തും പറയാനുള്ള ഒരു ലൈസൻസ് ഉണ്ടായിരുന്നു. എന്ത് പറയാനും നയനാരല്ലേ എന്നുണ്ട് എന്ന് പറയുന്നല്ലേ ശ്രീനിവാസൻ എന്തും പറയാം. ഇപ്പം മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ഒക്കെ സൂപ്പർ സ്റ്റാർ എന്ന് വെച്ചുകൊണ്ട് ഈ സൂപ്പർ സ്റ്റാറുകളെ അപഹസിക്കുന്ന രീതിയിൽ ചില ചിത്രങ്ങൾ എടുത്തു, സിനിമയ്ക്കുള്ളിലെ സിനിമ. പക്ഷെ അത് വലിയ ഹിറ്റുകളായി മാറി. അത്തരത്തിലൊക്കെ ചെയ്യാൻ ശ്രീനിവാസനല്ലേ പറ്റത്തുള്ളൂ. ഈ ബ്രാൻഡുണ്ട്, ഈ ബ്രാൻഡ് കടന്നുകൂടിയിട്ടുണ്ട്. പൊറോട്ട കച്ചവടം സകല ബ്രാൻഡുകളെ കളിയാക്കിയും ഒക്കെ ആയിട്ട് അല്ലേ. അതിലൊക്കെ ഇപ്പൊ പപ്പടം താരം എന്ന് പറയുന്ന സിനിമയാണ് ഇപ്പൊ താങ്കൾ പറയാം. ഇതിനാണ് താരം എന്ന് പറയുന്ന സിനിമയിലായാലും അതിനകത്ത് വലിയൊരു മെസ്സേജ് ഉണ്ട്. അതിനകത്ത് ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ പറ്റി അധികം പുള്ളി പറയാതെ പ്രതിപാദിക്കുന്നതാണ് ഒരു പേഴ്സണൽ. ഇന്ന് എല്ലാവരും പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നു. ബിസിനസ്സുകാരായാലും സെലിബ്രിറ്റികളായാലും രാഷ്ട്രീയക്കാരായാലും എല്ലാം സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിലും സ്വന്തം പ്രതിച്ഛായ എൻഹാൻസ് ചെയ്യുന്നതിലും ഒക്കെ ഒത്തിരി കോൺസെൻട്രേറ്റ്. ഒരു പ്രതിച്ഛായ എങ്ങനെയാണ് ഒരാൾ വളർത്തിയെടുക്കേണ്ടത്, അവിടെ നമ്മൾ ഇഗ്നോർ ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഒറ്റ ഡയലോഗ് പറയാം. എന്റെ തല എന്റെ ഫുൾ ഫിഗർ. ഇത് പരസ്യമായിട്ട് പറയുന്നത് നമ്മൾ സിനിമ കേൾക്കുന്ന ഈ സിനിമയില നമ്മൾ കേട്ടിട്ടില്ല. ഇതാണ് യാഥാർത്ഥ്യം. പേഴ്സണൽ ബ്രാൻഡിങ്ങിലേക്ക് നമ്മൾ പോയാൽ അധികം പുസ്തകങ്ങളൊന്നുമില്ല. പക്ഷെ ശ്രീനിവാസന്റെ സിനിമ ഒന്ന് എടുത്ത് കണ്ടാൽ മതി. നമ്മൾ എന്ത് ചെയ്യരുത് എന്ന് കൃത്യമായിട്ട് ശ്രീനിവാസൻ അതിൻ്റെ അകത്ത് പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒപ്പം അതിൻ്റെ അകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് ഒരു നോളജ് എക്കണോമിയാണ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ. ഒത്തിരി കോപ്പിറൈറ്റുകളുടെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഉദയന്റെ തിരക്കഥ മോഷ്ടിച്ചു പോകുന്ന ഒരുത്തൻ ആ തിരക്കഥ കൊണ്ട് സക്സസ് ആകുകയാണ്. അതിൽ ഇന്റലക്ച്വൽ കോപ്പിറൈറ്റിംഗ്, ഇന്റലക്ച്വൽ പ്രൊട്ടക്ഷൻ, ഐപിക്കുള്ള പ്രാധാന്യം ഒക്കെ ആ സിനിമയിൽ പറയാതെ പറയുന്നുണ്ട്. നമ്മൾക്ക് പലപ്പോഴും എന്താ സംഭവിക്കുന്നുണ്ട്, നമ്മളൊരു ബ്രാൻഡ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിൻ്റെ ഒരു IP പ്രൊട്ടക്ഷൻ എടുക്കണം. ഇന്നത്തെ നോളജ് എക്കണോമിയിൽ നിങ്ങൾ കോണ്ടന്റ് ജനറേറ്റ് ആയിട്ട് വരുമ്പോഴും ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു പ്രൊട്ടക്ഷൻ എടുത്തു വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലാതെ പല ബ്രാൻഡുകളും ഇവിടെ പെട്ടിട്ടുണ്ട്. ഈ IP ഇപ്പൊ ഇത് ഇൻക്രീസിംഗ്ലി ഒരു സിനിമാ പ്രവർത്തകർ നിലയ്ക്ക് ഇതേ അവസ്ഥ ഞാനും നേരിട്ടിട്ടുണ്ട്. പല മാനസികമായി തകർന്നു പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരാളും അത് യാദൃശികമാകാം, മറിഞ്ഞുകൊണ്ടാവാം, അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് അതിനെതിരായി എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയാം. അതെ. അപ്പൊ അതിൻ്റെ രണ്ട് വശം. ഒന്ന്, നമ്മുടെ ഒരു പേഴ്സണൽ ബ്രാൻഡിനെ നമ്മളെങ്ങനെ ക്യൂറേറ്റ് ചെയ്യണം. ക്യൂറേറ്റ് ചെയ്യണം എന്നതിനേക്കാൾ കൂടുതൽ പേഴ്സണൽ ബ്രാൻഡ് എങ്ങനെ ക്യൂറേറ്റ് ചെയ്യപ്പെടരുതെന്നുള്ളതാണ് ശ്രീനിവാസൻ അതിലൂടെ പറഞ്ഞു വെക്കുക. അത് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണൽ ബ്രാൻഡ്, കാരണം ആൾക്കാർക്ക് പലപ്പോഴും പേഴ്സണൽ ബ്രാൻഡ് എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നറിയില്ല. പേഴ്സണൽ ബ്രാൻഡ് ബൈ ഡിഫോൾട്ട് ഉണ്ടാകുന്നതല്ല. പേഴ്സണൽ ബ്രാൻഡ് ബൈ ഡിസൈൻ ഉണ്ടാകുന്നതാണ്. പേഴ്സണൽ ബ്രാൻഡ് നമ്മൾ മറ്റുള്ള ബ്രാൻഡുകൾ തന്നെ സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ പേഴ്സണൽ ബ്രാൻഡ് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി പേഴ്സണൽ ബ്രാൻഡ് നമ്മൾ ഡിസൈൻ ചെയ്യണം. നമ്മുടെ പേഴ്സണൽ ബ്രാൻഡിനെ ആൾക്കാർ എങ്ങനെയാണ് കാണേണ്ടതെന്ന് കരുതേണ്ടതെന്ന് വിചാരിക്കേണ്ടതെന്നൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ട് ആ ഒരു ഡിസൈനിലൂടെ ഒരു പ്രോപ്പറായിട്ട് ഒരാൾക്ക് ചേരുന്ന സ്റ്റൈലുള്ളൂ. ഇപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ്ങിലൊക്കെ തന്നെ 12 ഡിഫറെൻറ്റ് ആർക്കിടൈപ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏത് ആർക്കിടൈപ്പാണ് എനിക്ക് ചേരുന്നതെന്ന് നോക്കി ആ ഒരു രീതിയിലെ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുള്ളൂ. പക്ഷെ പലരും ചെയ്യുന്നത് ട്രൈഡ് ആൻഡ് ടെസ്റ്റ്. അയാൾ ചെയ്തു, അതുകൊണ്ട് ഞാനും ചെയ്തു. അപ്പോൾ അതിൽ ഒരാൾ ചെയ്ത കാര്യങ്ങൾ മറ്റൊരാൾക്ക് ചേരണമെന്നില്ല. അപ്പോൾ അതാണ് ഒന്ന്. രണ്ട്, അതിൻ്റെ അകത്ത് IP-യുടെ ഇമ്പോർട്ടൻസ്. ഇത് രണ്ടുമാണ് അതിൻ്റെ അകത്ത് പറയപ്പെടുന്നത്. ഇപ്പോൾ IP-യിലൊക്കെ ഇപ്പോൾ ഈ നമ്മുടെ ഈ ഇരിഞ്ഞാലക്കുടയിലുള്ളൊരു ബാങ്കുണ്ട്, ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ അവർ വലിയൊരു ബ്രാൻഡായിട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ആ ബ്രാൻഡിനെ ഷോർട്ട് ചെയ്തു. നമ്മൾ ATM-ലൊന്നും കൊണ്ടുപോയിട്ട് ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് ഇങ്ങനെ എഴുതാൻ പറ്റില്ല, സ്ഥലം പോരാതെ വരും. അപ്പോൾ അവരതിനെ ITC എന്നാക്കി, ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ITC ബാങ്ക് എന്ന് ആക്കി. ഈ അവരതിൻ്റെ ATM-ഉം ബാങ്കിൻ്റെ ഫസാഡും സൈനേജും എല്ലാം മാറ്റിയതിന് ശേഷം അവർക്ക് ഇൻഫ്രിഞ്ച്മെന്റ് നോട്ടീസ് കോപ്പറേറ്റിൽ വന്നത് ITC എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നാണ്. ടുബാക്കോ കമ്പനി. അവർ ഹോട്ടലിലുണ്ട്, കൺസ്യൂമർ ഗുഡ്സിലുണ്ട്, ഒത്തിരി പ്രൊഡക്ട്സിലുണ്ട്, ഒത്തിരി ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇന്ത്യയിൽ വലിയൊരു ഗ്രൂപ്പാണ്. അപ്പോൾ അവർ വന്നിട്ട് ഇത് ഇന്റർനാഷണൽ കോർട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുത്തു. കാരണം ഇന്റർനാഷണൽ കോർട്ടിൽ കൊണ്ടുപോയിട്ട് അവർ കൊടുക്കും, കാരണം ഇത് ഗ്ലോബലി പ്രൊട്ടക്റ്റഡ് ബ്രാൻഡാണ്. ഏതൊരു വിദേശ രാജ്യത്ത്, ഞാനിപ്പോൾ അതിൻ്റെ പേര് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ ഇന്റർനാഷണൽ കോർട്ടിൽ കൊണ്ടുപോയിട്ട് ഇവർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ
ഇവരത് കൊടുത്തതെന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ കമ്പനിയായ കാരണം നമുക്ക് ഇവരെ അവിടെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പോലും, പക്ഷേ ഇവരവിടെ പോയി അത് കോൺടെസ്റ്റ് ചെയ്തു കേസ്. ഇവരവിടെ പോയി കോൺടെസ്റ്റ് ചെയ്ത് ഈ കേസ് അവർ വിജയിച്ചു. എങ്ങനെ വിജയിച്ചു? ITC എന്ന് പറയുന്ന ബ്രാൻഡ്, ഈ ITC എന്ന ബ്രാൻഡ് ഫൈനാൻഷ്യൽ കാറ്റഗറിയിൽ ക്ലാസിഫിക്കേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു. അതൊരു പ്ലസ് പോയിന്റ് അല്ലേ? അപ്പോൾ ഇരിഞ്ഞാലക്കുടയുള്ള ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് പറയുന്ന ബാങ്ക് IT, അതായത് ഈ ഇന്റലക്ച്വൽ കോപ്പിറൈറ്റിൽ ITC പോലുള്ളൊരു കമ്പനിയുടെ കേസ് ജയിച്ചു. അപ്പോൾ അതിനുശേഷം ITC ചെയ്തതിൽ അവരുടെ രജിസ്റ്റേർഡ് ഓഫീസ് എന്ന് പറയുന്നത് കൊൽക്കത്തയിൽ കൊണ്ട് രണ്ടാമത് കേസ് ഫയൽ ചെയ്തു. അപ്പോൾ ഇവർ വീണ്ടും കൊൽക്കത്തയിൽ കേസ് നടത്താൻ പോയി. പക്ഷെ അവിടെ വെച്ച് ജസ്റ്റിസ് ഇവരോട് പറഞ്ഞു, നിങ്ങൾ ചെറിയൊരു താലൂക്കിൽ മാത്രമുള്ള ഒരു ബ്രാൻഡല്ലേ, ഇത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണ്, ഇതൊന്ന് പിൻവലിച്ചുകൂടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരങ്ങ് സറണ്ടർ ചെയ്തു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് ഒരാൾ പറഞ്ഞ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞാണ് പറഞ്ഞത് ഇൻഫ്രിഞ്ച്മെന്റ് കേസിൽ, ഇപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂസ്. അപ്പോൾ അങ്ങനെ വീണ്ടും ഇവർ വിട്ടുകൊടുത്ത് വീണ്ടും ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കായിട്ട് മാറി. അത് വീണ്ടും ITCക്ക് പോയി. അപ്പോൾ ITCയെ പോലുള്ളൊരു വലിയൊരു കമ്പനി, ആയിരക്കണക്കിന് കോടിയുടെ ആസ്തിയുള്ളൊരു കമ്പനി, അവരുടെ കോപ്പിറൈറ്റ് ചില കാറ്റഗറിയിൽ മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളായിരുന്നു, മൊത്തം എല്ലാ ക്ലാസിഫിക്കേഷനിലും രജിസ്റ്റർ ചെയ്തില്ല. അപ്പം നമ്മൾ ഒരു ഉദയനാണ് താരത്തിൻ്റെ അകത്ത് ഇപ്പം ഇയാളുടെ സ്ക്രിപ്റ്റ് ഈ കോപ്പിറൈറ്റ് പ്രകാരം പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ഒരു കാരണവശാലും കഥ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശ്രീനിവാസൻ നൽകുന്ന മെസ്സേജ് നമ്മൾ തിരക്കഥകൾക്കും സിനിമയ്ക്കും കഥയ്ക്കും അപ്പുറം നമ്മളത് ബിസിനസ്സുമായിട്ട് ലിങ്ക് ചെയ്യുവാണെങ്കിൽ, ഓൺടർപ്രണർഷിപ്പുമായിട്ട് ലിങ്ക് ചെയ്യുവാണെങ്കിൽ, മാർക്കറ്റിങ്ങും ബ്രാൻഡിങ്ങുമായിട്ട് ലിങ്ക് ചെയ്യുകയാണെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ ശ്രീനിവാസൻ ഒരു മാർക്കറ്റിംഗ് പ്രൊഫസർ എന്ന് പറഞ്ഞത്. കാരണം ഈ ഒരു ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഒത്തിരി പഠിക്കാനുണ്ട്. നമ്മൾ ബിസിനസ് സ്കൂളുകളിലോ അല്ലെങ്കിൽ ഈ മാനേജ്മെന്റ് കൺസൾട്ടൻസിമാരിൽ നിന്നോ പഠിക്കുന്നതിനും പോലെ തന്നെ ശ്രീനിവാസന്റെ സിനിമകളിൽ നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ ഒബ്സർവേഷണൽ അണ്ടർസ്റ്റാൻഡിങ്, ഒബ്സർവേഷണൽ റിസർച്ച് ഒരു നല്ലൊരു കാര്യമായിട്ട് ശ്രീനിവാസന്റെ സിനിമകൾ. ചിന്താവിഷ്ടയായ ശ്യാമള എന്ന സിനിമ, വടക്ക് നോക്കി എന്ന സിനിമ, ചിന്താവിഷ്ടയായ ശ്യാമളയിലെ വടക്ക് നോക്കി യന്ത്രത്തിലാണ് ഉർവശിയോട് പറയുന്നുണ്ട്. ഉർവശിയോട് വടക്ക് നോക്കി യന്ത്രത്തിൽ ഏതായിരുന്നത്, അമേരിക്ക പിന്നെ ഇന്ത്യയോട് കടം വാങ്ങുന്നു, അമേരിക്കയോട് ഇന്ത്യ കടം വാങ്ങുന്നു. അപ്പം അമേരിക്ക ഫോണിൽ വിളിച്ചിട്ട് ഇന്ത്യ ചീത്തയാണ്, ആ പൈസ തിരിച്ചു തന്നില്ല എന്ന് പറയുന്നതിന്റെ ഒരു കേൾക്കുന്നതിന്റെ അകത്തൊരു എത്ര സമർത്ഥവും എത്ര ലളിതവൽക്കരിച്ചുമാണ് ശ്രീനിവാസൻ ആ ഒരു വിഷയത്തെ, അല്ലെ? ശ്രീനിവാസൻ അതായത് ഈ ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കഥ എഴുതുമ്പോൾ ഒരുപക്ഷെ കഥയ്ക്കും അപ്പുറം ആ യാഥാർത്ഥ്യങ്ങൾക്കും അപ്പുറം പല മേഖലകളെ അത് സ്പർശിച്ചെന്ന് വരാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സിനിമകൾ എടുത്തിട്ട് നമ്മൾ ഓരോ സിനിമകളും പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാ സിനിമകളിലും ഉണ്ടാവണമെന്നില്ല. വിദ്യാരംഭം അതുപോലെ തന്നെ ദൂരെ ഒരു കൂട് കൂട്ടാം, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് രണ്ട് മികച്ച സിനിമകളാണ് ഷീനായിട്ട് എഴുതിയപ്പെടാൻ, അല്ലെ? ആ രംഗത്തെ കാര്യങ്ങൾ പരാമർശിക്കുന്നു. അത് ഭയങ്കര എനിക്ക് അദ്ദേഹം നോക്കിക്കാണുന്ന രീതി, ഞാൻ അദ്ദേഹത്തെ ആദ്യം മീറ്റ് ചെയ്യുമ്പോൾ ചെന്നൈയിൽ വെച്ചിട്ടാണ്. ആദ്യം മീറ്റ് ചെയ്യുമ്പോൾ എന്നോട് ചോദിച്ചു, റോബിൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ചെറിയൊരു കല്യാണം, അത് ഒരു ഒളിച്ചോട്ടവും ഒരു രജിസ്റ്റർ മാരേജ് ആയിരുന്നു, ഒരു ചെറിയ കല്യാണം. ഓഹോ, 16 mm കല്യാണമാണ്, 16 mm കല്യാണം, ചെറുത്. അദ്ദേഹം അവിടെ സിനിമാറ്റിക് ആക്കി. മറ്റൊരാൾ നോക്കിക്കാണുന്ന പോലെ അല്ല അദ്ദേഹം കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. അങ്ങനെയാണ് എന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് തന്നെ ഒരു സംശയരോഗിയായ മലയാളി, അല്ലെ? അന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലായിരുന്ന സമയത്താണ് അതിനെ കൃത്യമായിട്ട് പകർത്തിയെടുക്കുന്നത്, അല്ലെ? അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴത്തെ മലയാളി, അല്ലെ? ഇന്നും അത് മാറുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞ മിഥുനത്തിന്റെ കാര്യം, മിഥുനത്തിന് ബിസ്ക്കറ്റ് കമ്പനിക്ക് ലൈസൻസ് കിട്ടാൻ ഇലക്ട്രിസിറ്റിന്ന് എഞ്ചിനീയർ ഒക്കെ വന്ന് പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം എന്താ വെച്ചാൽ, ഇന്നും നമ്മള് ഒരു വീട്ടിലേക്ക് വൈദ്യുതി കണക്ഷൻ എടുക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. അപ്പൊ അങ്ങനെ കാലത്തിനപ്പുറത്തേക്ക് ചിന്തിക്കാനായിട്ട് ശ്രീനിവാസന് വലിയൊരു കഴിവുണ്ടായിരുന്നു. ലോകത്ത് എവിടെയെങ്കിലും ഒരു കമ്പനി ഒരു ബ്രാൻഡിങ്ങിൽ ഒരു പേരെങ്ങനെയാണ് കൊണ്ടുവരുന്നത്, ഇതിനൊക്കെ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. നമ്മള് ഒരു ബ്രാൻഡിനെ എങ്ങനെ നാമകരണം ചെയ്യണം, അതിനൊക്കെ ഒത്തിരി നോക്കി, അതൊക്കെ എന്ന് നമുക്ക് ഇത്ര ലളിതവൽക്കരിച്ച് പറയാൻ പറ്റില്ലെങ്കിലും അതിനെടുത്തിട്ട് അതിനത് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളതും മനസ്സിലാക്കേണ്ടതായിട്ടുള്ളതും തിരസ്കരിക്കേണ്ടതുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ശ്രീനിവാസന്റെ സിനിമകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ സിനിമകൾ കാണും, സിനിമകളിൽ ഇപ്പോൾ അൽപച്ചിനുള്ള സിനിമകൾ മുതൽ ഇങ്ങോട്ട് പല സിനിമകളിൽ നിന്നും നമുക്കൊരു പലതും മാർക്കറ്റിങ്ങിലും അല്ലെങ്കിൽ ബ്രാൻഡിങ്ങിലും ഒക്കെ പ്രയോജനപ്പെടുത്താൻ പറ്റാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഇതുപോലെ പല സ്ഥലത്തും ഒളിഞ്ഞിരിക്കും. പോലും മാർക്കറ്റിങ്ങിന് വേണ്ടി എഴുതിയതല്ല, പക്ഷേ ഇതിലെല്ലാം കൊച്ചു കൊച്ചു ലെസൺസ്, കൊച്ചു കൊച്ചു പാഠങ്ങൾ സന്ദേശങ്ങളായിട്ടാണ്. ഇപ്പം ഇത് ചിലപ്പോൾ കാണുന്ന പ്രേക്ഷകരിൽ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ കമന്റ് ചെയ്തേക്കാം, ഒരാളങ്ങ് പോയുള്ളൂ അപ്പോഴേക്കും ഇവിടെ ചർച്ച തുടങ്ങിയുള്ളൂ. അങ്ങനെയല്ല,
അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്. ഇത് മലയാളത്തിൽ ഇപ്പം രാഷ്ട്രീയക്കാർ ഇടപെടാത്ത ഒരു മേഖലയില്ല. ശ്രീനിവാസന്റെ തന്നെ ചിത്രത്തിൽ ഇപ്പം രാഷ്ട്രീയത്തിന്റെ ഒരു അതിപ്രസരമുള്ള, കാരണം അന്ന് നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത, കോൺഗ്രസിനെയും CPM-നെയും ഒരുപോലെ വിമർശിക്കും. സന്ദേശത്തിൽ ഘാട്ടുകരാറിനെ കുറിച്ച് പറയുന്നുണ്ട്, CPM-ന്റെ ഒരു പ്രശ്നത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ജയറാം അവതരിപ്പിക്കുന്ന കഥാപാത്രം കോൺഗ്രസിനെ വിമർശിച്ചും തള്ളിയും തലോടി നിൽക്കുന്നു. കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് അറബിക്കഥ പോലൊരു ചിത്രം വന്നപ്പോൾ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ട്രാക്ടർ വരുമ്പോൾ എതിർക്കുന്നു, കമ്പ്യൂട്ടർ വരുമ്പോൾ എതിർക്കുന്നു, നീ ഗൾഫിൽ വന്നപ്പോൾ നിനക്ക് എന്ത് പണി അറിയാമടാ എന്ന് മുതലാളിയായ ജഗദീഷ് ശ്രീകുമാർ ചോദിക്കുന്നിടത്ത് ശ്രീനിവാസൻ തുറന്നു പോവുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റാ. പിന്നെ ഇയാൾക്ക് വരുന്ന പ്രതിഷേധം, ഇയാൾ ബാത്റൂമിൽ പോയെന്ന് വെച്ച് ഇംഗ്ലാ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം രാഷ്ട്രീയത്തിന്റെ ഓരോ ഘട്ടത്തെയും കൃത്യമായിട്ട് നോക്കിക്കണ്ട് അതിനനുസരിച്ച് കഥകൾ എഴുതി ഇത് മലയാളിയുടെ ചിന്തയാണെന്ന് എങ്ങനെയാണ് ശ്രീനിവാസൻ ഇത് റിഫ്ലക്ട് ചെയ്യാൻ കഴിയുക? എൻ്റെ വേറൊരു ലെസൺ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ലെസൺ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് അഡാപ്റ്റബിലിറ്റിയാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതും പരിശീലിച്ചിട്ടുള്ളതും പ്രയോഗിച്ചിട്ടുള്ളതുമായ തന്ത്രങ്ങൾ ഒരു മാർക്കറ്റ് മാറി മറ്റൊരു മാർക്കറ്റിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഫലിക്കണമെന്നില്ല. അപ്പോൾ അവിടെ തീരും. അപ്പോൾ അവിടുത്തെ ഒരു കൺസ്യൂമർ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്, അവിടുത്തെ ഒരു മാർക്കറ്റ് റിയാലിറ്റി എന്താണ്, നമ്മൾ ഇവിടെ പ്രയോഗിച്ചിട്ടുള്ള തന്ത്രങ്ങൾ, നമ്മൾ പരിശീലിച്ചിട്ടുള്ള പ്രത്യയശാസ്ത്രം മറ്റൊരു ജിയോഗ്രഫിയിൽ അത് അതേപോലെ ഏൽക്കണമെന്നില്ല. അതിന് രീതിയിൽ ഒത്തിരിയുണ്ട്. പല ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ ലോക്കൽ മാർക്കറ്റിലൊന്നും പരാജയപ്പെട്ടിട്ടുണ്ട്. പല ലോക്കൽ ബ്രാൻഡുകൾ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളിൽ ഇതുപോലെ നേരിട്ടിട്ടുണ്ട്, ഗൊറില്ല ടാക്ടിക്സ് ഇറക്കി വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് അത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു മാർക്കറ്റിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ എങ്ങനെ മാർക്കറ്റിന് അനുസൂയമായി എങ്ങനെ നമ്മൾ അഡാപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് വരുന്ന ഒരു തിയറി നമുക്ക് പറയാൻ പറ്റുന്നത്. ഈ ശ്രീനിവാസനെ ഭയങ്കര നിരീക്ഷണ പാഠമുള്ള ഒരാളാണെന്നാണ് പ്രിയദർശൻ തന്നെ പറയുന്നത്. കാരണം പ്രിയദർശന്റെ വെള്ളാനകളുടെ നാട്ടിലെന്ന് പറയുന്ന സിനിമ, അതിനകത്ത് ഏറ്റവും ഗംഭീരമായ സീനുകളിലൊന്ന് ഈ റോഡ് റോളർ ഉരുണ്ട് വരുമ്പം ആനയെ കൊണ്ട് അതിനെ തടയാനായിട്ട് ഇരിക്കുന്നു. ഈ റോഡ് റോളർ സ്റ്റാർട്ട് ചെയ്യാതെ പുറകോട്ട് നീങ്ങില്ല. പക്ഷേ ആ സീനിനകത്ത് അത് അങ്ങനെ കാണിക്കുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യാതെ റോഡ് റോളർ നീങ്ങുന്നു. അപ്പോൾ ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ശ്രീനിവാസൻ വന്നിച്ച് പറഞ്ഞു, നിങ്ങൾ കാണിച്ച തെറ്റാണ്, റോഡ് റോളർ അങ്ങനെ പുറകിലേക്ക് നീങ്ങില്ല എന്ന് പറഞ്ഞു. അപ്പം പ്രിയദർശൻ പറയുന്നുണ്ട്, അതെനിക്ക് അറിയാവുന്നതായിരുന്നു, പക്ഷേ ഞാനതൊരു പരീക്ഷണം എന്ന നിലയിൽ അങ്ങനെ ചെയ്താണ്, മലയാളി അതങ്ങ് വിശ്വസിച്ചു എന്ന്. അപ്പോൾ ശ്രീനിവാസൻ എപ്പോഴും ഇത്ര നിരീക്ഷിക്കുന്നുണ്ട്. എന്നെ കുറ്റം പറയാൻ വരുമ്പോൾ ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ പറയുന്നതാണ്. അപ്പോൾ ശ്രീനിവാസൻ തൻ്റെ തിരക്കഥയിലേക്ക്, തൻ്റെ സിനിമയിലേക്ക് എഴുതുന്ന ഓരോ ഡയലോഗും സംഭവങ്ങളും കൃത്യമായി നിരീക്ഷിച്ച് അത് ശരിയാണെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ്. നമ്മൾ കാണുന്ന പോലെ അതിനെ ഒരു കോമാളിത്തരമായിട്ട് കാണില്ല. ഇപ്പം നാടോടിക്കാറ്റ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അന്നത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥ, പ്രീ ഡിഗ്രിയും ഒരു മോശം ഡിഗ്രി അല്ല. അന്ന് പ്രീ ഡിഗ്രി എന്നൊക്കെ പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. കൂടാതെ അന്ന് ശ്രീനിവാസൻ നടന്നു പോകുമ്പോൾ ഒരു ലോട്ടറി കച്ചവടക്കാരൻ സൈക്കിളിലോ മറ്റോ പോകുമ്പോൾ പറയണം, നാളെയാണ് 1,00,000 രൂപ സമ്മാനം കിട്ടുന്ന പറയുമ്പോൾ, ഇന്നോ നാളെയോ എന്ന് വേണമെങ്കിൽ ലോട്ടറി എടുത്തു. കാരണം ഇവൻ്റെ അവസ്ഥ അതാണ്, മലയാളിയുടെ ഒരു ചെറുപ്പക്കാരൻ തൊഴിലില്ലാത്തവൻ്റെ അവസ്ഥ അതാണ്. ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഇനി ചിന്താവിഷ്ടയായ ശ്യാമളയിലേക്ക് വന്നപ്പോഴത്തേക്ക് കാലം എത്രയോ കഴിഞ്ഞു. അപ്പോൾ ശ്രീനിവാസൻ എന്താ ചെയ്തേ, ഓരോ അവസ്ഥയോടും താതാത്മ്യം പ്രാപിക്കുക. ശബരിമലയിൽ പോയാൽ പിന്നെ അതിൻ്റെ പുറകെ, സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയാൽ അതിൻ്റെ പുറകെ, സിനിമയുടെ ഷൂട്ടിങ് എന്താണെന്ന് പോലും അറിയാത്ത സമയത്താണ് പറയുന്നത്, ആ നടി വെള്ളത്തിലേക്ക് ചാടി, എന്ത് ചെയ്യും എന്നാൽ ക്യാമറയും കൂടെ ചാടിക്കോട്ടെ. ഇന്നും അത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളില്ലേ, കാലാനുവർത്തിയല്ലേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ. വെള്ളാനകളുടെ നാട്ടിൻ്റെ അകത്തുള്ളൊരു ലെസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സാറിന് പറയും B2C എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു കൺസ്യൂമർ, B2B എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ്. ഇത് B2G ബിസിനസിനെ പറ്റിയാണ് ഇത് പ്രതിപാദിക്കുന്നത്. ഇത് ബിസിനസ് ടു ഗവൺമെന്റ്. അപ്പോൾ നമ്മൾ കോൺട്രാക്ടേഴ്സ് ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സപ്ലൈക്ക് പോലുള്ള സാധനങ്ങളിലേക്ക് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ബിസിനസ് ടു B2G ബിസിനസ് മാനേജ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അത്തരം B2G ബിസിനസ് മാനേജ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നേരിടാൻ പോകുന്ന പ്രതിസന്ധികൾ പലപ്പോഴും ഈ കറപ്ഷനും അങ്ങനത്തെ ഒരു സാമൂഹ്യ അവസ്ഥയായിരിക്കും. അപ്പോൾ അത്തരം ഒരു സാമൂഹ്യ അവസ്ഥയിൽ ഈ നമ്മൾ പാലിക്കേണ്ട, അവിടെ നമ്മൾ ഭയങ്കര ക്വാളിറ്റി ഔട്ട് ഓഫ് ദ വേ പോയി ഡെലിവറി ചെയ്യാൻ പോയാൽ ചിലപ്പോൾ നടക്കില്ല അത്തരം സാഹചര്യങ്ങളിൽ. ഒപ്പം ഒരു ബ്രാൻഡ് മോശമായി പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളുണ്ട്, നമ്മളും കറപ്റ്റ് ആകാം. അങ്ങനെ ഒത്തിരി നമ്മുടെ അത്തരം ലെസൻസുകളും നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ഹിഡൻ മെസ്സേജ് ഉണ്ട്. സിനിമയുടെ പ്രമേയം വേറെയാണ്, ഞാൻ അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു ഭാഗം എങ്ങനെ അത് ഒരു മാർക്കറ്റിങ്ങിൽ എങ്ങനെ ഒപ്പിയെടുക്കാമെന്നാണ് പറഞ്ഞു തന്നത്. അപ്പോൾ അതും വരെ നമ്മുടെ എല്ലാ മേഖലയിലും സിനിമാസിന്റെ സിനിമകളിൽ ബിസിനസ്സും ഓൺട്രപ്രണർഷിപ്പും മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മിക്ക സിനിമകളിലും എന്തെങ്കിലും രീതിയിലൊക്കെ ചെറുതായിട്ടെങ്കിലും നോക്കി കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. നിങ്ങളെ സ്വാധീനിക്കുന്ന ഈ ഒരു പെർസ്പെക്റ്റീവിലാണ് ആ കാര്യങ്ങൾ. അല്ല, ഈ അഴകിയ രാവണൻ എന്ന് പറയുന്ന സിനിമയിൽ സത്യം പറഞ്ഞാൽ ഈ പറയുന്ന അഴകിയ രാവണനിലെ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രത്തിന് സ്വന്തം ജീവിതവുമായിട്ട് സാമ്യമുണ്ടെന്ന് ശ്രീനിവാസൻ പറയുന്നുണ്ട്. പക്ഷെ അഴകിയ രാവണനിലെ മമ്മൂട്ടി അവിടേക്ക് കൊണ്ടുവരുന്നത് ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ശ്രീനിവാസൻ ഇല്ലെങ്കിൽ ആ മമ്മൂട്ടിക്ക് അവിടേക്ക് കടന്നു വരാൻ കഴിയുന്നില്ല. അപ്പോൾ അവിടെയും അത്തരത്തിലൊരു പൊങ്ങച്ചക്കാരനെ അവതരിപ്പിക്കാനായിട്ട് ശ്രീനിവാസന്റെ തനതായ ശൈലി അവിടെ ഉപയോഗിക്കേണ്ടി വരുന്നു. അതും വലിയൊരു മാറ്റമല്ലേ ചെയ്തത്?
അതുപോലെ തന്നെ മറ്റൊരു സിനിമയാണ് ഇപ്പൊ ഈ പറയുന്ന പോലെ ഈ താരാധിപത്യത്തിന്റെ സിനിമയാണ് ഈ ഉദയനാണ് താരത്തിൽ പറഞ്ഞത്. അന്നും മോഹൻലാലിനെതിരെയാണെന്ന് പറയും. അന്ന് ശ്രീനിവാസനെതിരെ മാധ്യമങ്ങൾ വളഞ്ഞു ചോദിച്ചു, നിങ്ങൾ മോഹൻലാലിനെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞു അല്ല, അത് മമ്മൂട്ടിയെ കൂടി അധിക്ഷേപിക്കാനാണ്. ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ? അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ്. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ തന്നെ കളിയാക്കിക്കൊണ്ട്, സ്വയം കളിയാക്കിക്കൊണ്ട്, താനൊരു കുറച്ചൊരു മോശക്കാരനാണെന്ന് സ്വയം ഇങ്ങനെ വരുത്തി തീർത്തുകൊണ്ട് അദ്ദേഹം കഥ പറയുന്ന ഒരു രീതിയുണ്ട്. അത് അദ്ദേഹം ബോധപൂർവം ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഇത്രയും ബുദ്ധിമാനായിട്ടുള്ള, ഇത്രയും കാര്യങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചുകൊണ്ട് സിനിമ ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റിയിലും തന്റെ കഴിവിലുള്ള ഒരു ആത്മവിശ്വാസമാണ് അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ പഠിപ്പിക്കാൻ പഠിക്കുക. അദ്ദേഹത്തിന് ആരെയും അതൊന്നും തളർന്നു പോകുന്നതല്ലെന്ന് അദ്ദേഹത്തിന് അറിയാം, അല്ലേ? തീർച്ചയായിട്ടും അതുകൊണ്ട് ഒരു മനുഷ്യൻ. എന്തായാലും ശ്രീനിവാസന്റെ ജീവിതം നമുക്ക് നൽകുന്ന ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ സോഷ്യോ ആംഗിളിൽ നമ്മൾ നോക്കുമ്പോൾ, ഈ സാമൂഹിക പശ്ചാത്തലത്തിലും നമ്മുടെ പൊളിറ്റിക്കൽ ആംഗിളിൽ നോക്കിയാലും സോഷ്യോ പൊളിറ്റിക്സ് ആയാലും ഒക്കെ അത് കാലാതിവർത്തിയായിട്ടുള്ള സന്ദേശങ്ങൾ ഓരോ സിനിമയും നൽകിക്കൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ശ്രീനിവാസന്റെ സിനിമകൾ നമ്മളെ ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്. അദ്ദേഹം ഇനിയും ഒരുപാട് കാലം മറ്റേതൊരു മലയാളത്തിലെ ഏതൊരു കഥാകൃത്തിനേക്കാളും ഏതൊരു ചലച്ചിത്രകാരനേക്കാൾ കൂടുതൽ നമ്മളുമായിട്ട് ഇത്ര മേൽ കണക്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവില്ലെന്ന്. അപ്പം ബ്രാൻഡിങ്ങിന്റെ ഒരു കാര്യം നോക്കൂ, നമുക്ക് ഈ ചർച്ച അത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ബ്രാൻഡിങ്ങിന്റെ ഒരു കാര്യം നോക്കൂ, അദ്ദേഹത്തിന്റെ സിനിമകളിലെ സംഭാഷണങ്ങൾ പറയാത്ത ഒരു വാക്കെങ്കിലും പറയാത്ത ഒരു ദിവസം നമുക്കുണ്ടോ? ശരിക്കും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് നമ്മൾ പറയുന്നത്. ഇങ്ങനെ എത്ര വാക്കുകളാണ് അദ്ദേഹം മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്തിരിക്കുക, അല്ലെ? ഡിക്ഷണറിക്ക് സംഭാവന ചെയ്തില്ലെങ്കിലും മലയാള ഭാഷയ്ക്ക് ഇത്തരത്തിലുള്ള കൊളോക്കിയലായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട്. ലളിതമായ ഇപ്പൊ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാത്തിനും ഒരു സമയമുണ്ട് റോബിൻജി എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ അപ്പൊ ലളിതമായ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ലളിതവൽക്കരിച്ച് ആൾക്കാരുടെ മനസ്സിൽ കയറും. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ എല്ലാം ശരിയാവും, ഡൽഹി എല്ലാം ശരിയാവും എന്ന് പറയും. എല്ലാം ശരിയാവും എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. അതാണ് ആൾക്കാരെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ ഉള്ള ഒരു കാര്യം. അല്ലെങ്കിൽ അല്പം നടന്നാൽ ബ്ലോക്ക് ഒഴിവാക്കാം എന്ന് നമ്മൾ പറയുന്നതിനുള്ള സിംപ്ലിസിറ്റി. കമ്മ്യൂണിക്കേഷനിലെ സിംപ്ലിസിറ്റി അത് സിനിമയിലും അതേ നിൽക്കും. ഇപ്പോൾ കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും വലിയ ക്രിയേറ്റീവ് റൈറ്ററായിരുന്ന ഡേവിഡ് ഒഗിൽബി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, KISS, കീപ് ഇറ്റ് സിമ്പിൾ സ്റ്റുപ്പിഡ്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നമ്മൾ ലളിതവൽക്കരിച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷനൊക്കെ, പ്രത്യേകിച്ച് നമ്മളൊരു മാസ് ഓഡിയൻസിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ കമ്മ്യൂണിക്കേഷന് സ്വീകാര്യത വർദ്ധിക്കും. അതാണ് ശ്രീനിവാസന്റെ സ്ക്രിപ്റ്റ് കാണുന്നത്. സാധാരണഗതിയിൽ ആൾക്കാർ ഉപയോഗിക്കുന്ന പദങ്ങൾ, വാക്കുകൾ അവ കൃത്യമായിട്ട് വരും. അതാണ് കമ്മ്യൂണിക്കേഷൻ. ശ്രീനിവാസന്റെ സ്ക്രിപ്റ്റിൽ നിന്ന്, ശ്രീനിവാസന്റെ ഡയലോഗിൽ നിന്ന് ബ്രാൻഡിങ് കമ്മ്യൂണിക്കേഷനിലെ ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനിൽ സിംപ്ലിസിറ്റി കൊണ്ടുവരിക, അതിനെ സൂപ്പർലേറ്റീവ് ആക്കാനോ അതിനെ ആൾക്കാർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ സംസാരിക്കാനോ അല്ല. സിംപ്ലിഫൈ ലാംഗ്വേജ്, ഈസി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആൾക്കാരിലേക്ക് പെട്ടെന്ന് ഡീകോഡ് ചെയ്യും. അതാണ് അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിലൂടെ. ഞാൻ 6 മാസം ഞാനൊരു നടക്കാതെ പോയ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഡയറക്ടർ ജോമോൻ എന്ന് പറഞ്ഞ സംവിധായകൻ വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിന്റെ അവസാന നിമിഷം അത് എല്ലാം കഴിഞ്ഞിട്ട് മറ്റു ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയത്. ആ സിനിമകൾക്ക് ഞാൻ ശ്രീനിയേട്ടന്റെ കൂടെ 6 മാസം വർക്ക് ചെയ്ത് ഒരു 8-9 വർഷം മുമ്പാണ്. ആ സമയം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച പാഠങ്ങൾ പഠിച്ച ഒരു സമയമായിരുന്നു. ശ്രീനിയേട്ടൻ അപ്പം എപ്പോഴും പറയുന്നത് എന്ത് പറയരുത്, എന്ത് പറയാം, എങ്ങനെ അത് സിംപ്ലിഫൈ ചെയ്ത് പറയാം. നമ്മൾ പലപ്പോഴും പല ആലങ്കാരികമായിട്ട് നാടകീയമായിട്ട് പല കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം അതിനെ വേറൊരു ആംഗിളിൽ നോക്കിക്കാണും. ഒരു പ്രൊഡക്റ്റിനെ നോക്കിക്കാണുന്ന പോലെയാണ് അദ്ദേഹം. നമ്മൾ കാണുന്ന ഒരു കാഴ്ചയിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു കാഴ്ചയിൽ തനത് കാഴ്ച നമുക്കുണ്ടാവണം എന്ന് പറയുന്നത്. അത് എങ്ങനെയായാലും, അപ്പൊ എനിക്കായാലും അങ്ങേക്കായാലും സിനിജിക്കായാലും ഒക്കെ തനത് കാഴ്ച ഉണ്ടാവുക, തനത് കാഴ്ചപ്പാടുണ്ടാവുക, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഉണ്ടായ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ചാണ്, അങ്ങനെ ഒരു കാഴ്ചയെക്കുറിച്ചും കാഴ്ചപ്പാടിനെ കുറിച്ചുമാണ് നമ്മളിപ്പോ ആ മനുഷ്യനെ കുറിച്ച്, ആ മഹാനായ കലാകാരനെ കുറിച്ച് സംസാരിക്കുന്നത്. എന്തായാലും അതൊരു വലിയ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്, അദ്ദേഹത്തിന്റെ വിടവാങ്ങലിന് ശേഷം ആ കാഴ്ച ആഘോഷമാക്കിയ ഒരു വലിയൊരു സമൂഹം ഇവിടെയുണ്ട്. അതിന് മനഃശാസ്ത്രപരമായിട്ട് അതിനെ മറ്റു രീതിയിലാണ് വിമർശിക്കേണ്ടതും അതിനെ നിരീക്ഷിക്കേണ്ടതും. എന്തായാലും സോഷ്യൽ മീഡിയ ഇടങ്ങളില് ഭക്ഷണം കഴിക്കുന്നത് മുതൽ മരണം വരെ അത് റീൽ മൂവ്മെന്റുകളാക്കി ആഘോഷിക്കുന്ന നമ്മളൊക്കെ അടക്കം അതിനെ മാറ്റി നിർത്തി പറയുന്നില്ല. ഞാൻ അതിനകത്ത് ഉണ്ടോന്നോ ഇല്ല എന്നുള്ളതല്ല, നമുക്ക് നമ്മളെക്കുറിച്ചും മലയാളി സമൂഹത്തെക്കുറിച്ചും നമ്മളെക്കുറിച്ച് പറയുമ്പോൾ ആ ഒരു സാധനമാണ് ഏറ്റവും വലിയ ആഘോഷം എന്ന് കാണുന്ന നമുക്ക് അത് അങ്ങനെ കാണേണ്ട ഒന്നല്ല ശ്രീനിവാസൻ. നമ്മുടെ ആൾക്കാർക്ക് ഈ അന്ത്യയാത്രയിലും അനുശോചനത്തിലും അപ്ലോഡിംഗ് ആണ് പ്രധാനം. അതെ, കറക്റ്റ്. ആ രീതിയിലേക്ക് നമ്മുടെ കാലഘട്ടത്തിൽ മരണത്തിൽ പാലിക്കേണ്ട മൗനം അത് അറിയില്ല, അപ്ലോഡിംഗ് ആണ്. അതായത് അത് എവിടെ എങ്ങനെ
ചെയ്യണം എന്നുള്ള ഇതിനൊക്കെ ഒരു എറ്റിക്കറ്റ്സ് അറിയില്ല. അതെ, അതായത് ആ രീതിയിലേക്ക് സമൂഹം വളർന്നു. അപ്പൊ എന്തും എവിടെയും ഇപ്പൊ ആൾക്കാരുടെ പ്രൈവസിയിലേക്ക് കടന്നു കയറിയിട്ട് നമ്മളവിടെ പാലിക്കപ്പെടേണ്ട മാന്യതകൾ പാലിക്കാതെ വരുന്നു. സമൂഹം വളർന്നു എന്നാണോ തളർന്നു എന്നാണോ ശരിയായ പ്രയോഗം? എനിക്ക് വിശദീകരിക്കാം. ഞാനത് പറഞ്ഞതേ ഉള്ളൂ. കാരണം ആ രീതിയിലേക്ക്, അതായത് ഒരു ഈ മൊബൈലിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഹ്യൂമൻ ബിഹേവിയറിന്റെ ഒരു ഭാഗമാണിത്. നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിൽ വന്നിട്ടുള്ള ഒരു മാറ്റം. അപ്പോൾ അത് ഇതിന്റെ ഒരു ഫെൻസിങ് കടന്ന ആൾക്കാർ പോകുന്നു. അതാണ് ഈ മരണത്തിലേക്ക് നമ്മൾ പലപ്പോഴും. ഞാനതിന് പറയാനൊരു കാരണം വെച്ചാൽ ഞാൻ അവിടെ 2 ദിവസം നേരിട്ട് കണ്ട ആളാണ്. 2 ദിവസം ഞാനത് നേരിട്ട് കണ്ടതാണ്. ടൗൺ ഹാൾ അത് വെക്കുമ്പോൾ അത് ചലച്ചിത്ര പ്രവർത്തനം വന്നപ്പോൾ അവിടെ അവർക്ക് അത് ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ സഹപ്രവർത്തനം ഇരിക്കുമ്പോൾ അവരൊരിക്കലും അത് ചെയ്തിട്ടില്ല. അവിടെ വരുന്ന സാധാരണ ആളുകളും ചലച്ചിത്ര പ്രവർത്തകരുണ്ട്, ചിലര് വലിയ ആളുകളല്ല തോന്നുന്നു, സാധാരണ ആളുകളൊക്കെ. ഞാൻ ഒരാളെ എടുത്ത് പേര് പറയല്ല, പക്ഷെ അവിടെ വന്നിട്ട് കാണിക്കുന്ന എന്തൊക്കെ അബദ്ധങ്ങൾ എന്നല്ല, അവർ കാണിക്കുന്ന ഒരു ക്യാമറ ഏതെങ്കിലും ഒരു മൂവ്മെന്റ് വരാനായിട്ട് നോക്കി ഇരുന്നിട്ട് ഓടി വന്ന് ക്യാമറയ്ക്ക് പുറകിലേക്ക് നിന്ന് അത് വരുമ്പോഴേക്കും ഒരു ആർട്ടിസ്റ്റ്, പ്രധാനപ്പെട്ട ഒരു ആർട്ടിസ്റ്റോ ഒരു സെലിബ്രിറ്റി ലെവലുള്ള ഒരാൾ വരുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ നിന്നിട്ട് ക്യാമറക്കകത്ത് ഇടുക. ഞാനും പെട്ടിട്ടുണ്ട് ക്യാമറക്കകത്ത്. എന്നെ എല്ലാവരും കണ്ടത് അവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചത്. ഞാൻ അവിടുത്തെ ചടങ്ങിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ നമുക്കത് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പൊ ആരാണ് അടുത്ത് വന്ന് നിൽക്കുന്നത്, മമ്മൂട്ടിയാണോ അല്ലെങ്കിൽ മറ്റാളാണോ നമ്മൾ നോക്കേണ്ട, അങ്ങനെ നോക്കിയില്ലല്ലോ. നമുക്ക് പ്രിയപ്പെട്ട ശ്രീനേട്ടനാണ് വിട വാങ്ങിയിരിക്കുന്നത്, കിടക്കുന്നത്. അപ്പൊ അതിനങ്ങനെ ഭംഗിയായിട്ട് അവിടുത്തെ ചടങ്ങുകൾക്ക് സഹായമായിട്ട് ഞങ്ങൾ സംഘടനാ തലത്തിൽ നിൽക്കാന്ന് നമ്മൾ നോക്കുന്നത്. പക്ഷെ ഭയങ്കര ക്രൂരമായിട്ടുള്ള ഒന്നായിരുന്നു. ഞാൻ അവിടെ ഒരാളെ കണ്ടു കേട്ടോ. അവിടെ നിൽക്കുമ്പോൾ എന്റെ തൊട്ടടുത്ത് വന്നിട്ട് നടൻ വിനീത്, നമ്മുടെ ഡാൻസർ വിനീത്, അദ്ദേഹം ഒരു സൈഡില്, കിച്ചന്റെ സൈഡിൽ, ഞങ്ങളെല്ലാം ഡയറക്ടർ എം മോഹനുണ്ട്, അദ്ദേഹത്തിന്റെ അളിയൻ, അങ്ങനെ ഞങ്ങൾ കുറെ ആൾക്കാരുണ്ട്. ആൾക്കാരെല്ലാം കൂടെ എന്റെ വൈഫൊക്കെ ഇരിക്കുന്നുണ്ട്, പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ. അപ്പൊ അതിന്റെ കൂടെ ഒരു സൈഡിൽ അദ്ദേഹം ഇങ്ങനെ വളരെ ദുഃഖിതനായിട്ട് നിൽക്കുകയാണ്, വളരെ ദുഃഖിതനാണ്. ശ്രീനേട്ടനോട് വളരെ അടുപ്പമുള്ള ഒരാള്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കുകയായിരുന്നു, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇതിന്റെ എല്ലാം മുന്നിൽ കയറി നിൽക്കാം, മനസ്സിലായില്ല. അങ്ങനെ കുറെ ആളുകളുണ്ട് അവിടെ വന്ന വലിയൊരു വ്യവസായിയുള്ള നമ്മുടെ ഗോപാലേട്ടൻ അവിടെ വന്നിട്ട് ഇരിക്കുന്നു. അവിടെ ഇരിക്കുമ്പോൾ ആ ഗോപാലേട്ടനെ വിടാതെ അതിനിടയ്ക്ക് ഓരോരുത്തർ വന്നിട്ട് കഥ, ഏതൊക്കെയോ പ്രോജക്റ്റുകളോ എന്തൊക്കെയോ സാധനങ്ങളോ അദ്ദേഹം എന്നിട്ട് പറയുന്നുണ്ട്, അഭ്യർത്ഥിക്കുന്നൊക്കെ ഉണ്ട് അവരോട് ഇങ്ങനെ. പിന്നീട് അത് നോക്കിങ്ങനെ എക്സ്പ്രഷൻ കണ്ടറിയാമല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു 100 കണക്കിന് സംഭവങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ആളാവാൻ വേണ്ടി ശ്രമിക്കുന്നത് മരണ വീട്ടിലാണ് നോക്കുന്നത്. അപ്പൊ സന്ദർഭവും സാഹചര്യവും മനസ്സിലാകാതെ ഔചിത്യബോധമില്ലാതെ പെരുമാറുന്നവരായിട്ട് മലയാളി മാറി എന്നുള്ളതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ്. ഒടുവിലത്തെ ഉദാഹരണം. ഇനി ഇതുപോലത്തെ ഉദാഹരണം ഉണ്ടാവും. പിന്നെ സിനിജി നമ്മൾ മാറിയേ പറ്റുള്ളൂ. അത് നമ്മൾ ഇത് നെഗറ്റീവ് ബ്രാൻഡിങ്ങിന് വേണ്ടിയാണ്. ഇപ്പൊ അങ്ങ് ബ്രാൻഡിങ്ങിനെ കുറിച്ച് പോസിറ്റീവായിട്ട് സംസാരിച്ചപ്പോ ആ ബ്രാൻഡിങ്ങിന് വേണ്ടി നമ്മളെ സഹായിച്ച മലയാളിയെ പ്രചോദിപ്പിച്ച ഈ മനുഷ്യനെ വെച്ചിട്ട് നെഗറ്റീവ് ബ്രാൻഡിങ്ങിന് വേണ്ടി, എന്നിട്ട് അവിടെ എന്തെല്ലാം പാട്ടുകളാണ് ഈ 2 മക്കളും കൂടി അവർ അന്ത്യചുംബനം നൽകുന്ന അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടെ വന്നിട്ട് അതിന്റെ മുകളിൽ പാട്ടിട്ട് അതിനെ വൈകാരികമായി കത്തിച്ച് അതിങ്ങനെ നിറച്ചിരിക്കുക റീൽസ്. അത് അവരുടെ സൗകര്യമാണ്, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, ഒക്കെ സമ്മതിച്ചു. പക്ഷെ എല്ലാ അതിരുകളും കടന്നിരിക്കും. പക്ഷെ ശ്രീനിവാസന്റെ കുടുംബത്തിനും കുറച്ച് സ്വകാര്യത ഉണ്ടാവില്ലേ? നമ്മൾ ആ ക്യാമറയ്ക്ക് എല്ലായിടത്തും ചെല്ലണം, ചാനൽ ക്യാമറ എല്ലാം റേറ്റിംഗിൽ മത്സരം ഒക്കെ ശരിയാണ്. പക്ഷേ അവസാന നിമിഷത്തിൽ ശ്രീനിവാസന്റെ ഭാര്യ, 2 മക്കൾ, അവർക്കൊരു അന്ത്യചുംബനം നൽകണമെങ്കിൽ അവരുടേതായ സ്വകാര്യ നിമിഷത്തിൽ അതിലേക്ക് ക്യാമറ കണ്ണുകൾ ചെല്ലാതിരിക്കാനുള്ള ഔചിത്യബോധം ഇനിയെങ്കിലും നമ്മൾ കാണിക്കണം അല്ലേ? അങ്ങനെയൊക്കെ എന്താ തോന്നുന്നത്? ഞാൻ പറയാം, ഒക്കെ ശരിയാണ്. ഇതെന്നുള്ള ഈ കാലക്രമേണ നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിൽ വരുന്ന മാറ്റങ്ങളാണ്. അപ്പൊ മൊബൈൽ വന്നു, ഇന്റർനെറ്റിന് ശേഷം മൊബൈലായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളിപ്പോ ഇന്ന് മൊബൈൽ ഒഴിച്ചുകൂടാൻ പറ്റുന്ന വസ്തുവായി മാറി. ഇന്ന് എല്ലാ സ്ഥലത്തും ക്യാമറ കണ്ണുകളെ വെടിച്ച് നമുക്ക് എങ്ങും പോകാൻ പറ്റാത്ത സ്ഥിതി. അപ്പൊ അതൊരു ഒരു ഇന്നത്തെ ഒരു ഹ്യൂമൻ ബിഹേവിയർ ആയിട്ട് മാറി. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു ഔചിത്യമില്ലായ്മ. അതായത് നമ്മൾ അനുശോചിക്കേണ്ട സമയത്തായാലും മൗനം പാലിക്കേണ്ട സമയത്തായാലും അവിടെ എല്ലാം ക്യാമറയാണ്. ഈ ഒന്നും വേണ്ട. ഇപ്പം നമ്മൾ ഒരു കലാപരിപാടി കാണാൻ ചെന്നു, ഒരു നാടകം കാണാൻ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്കൂളിൽ നമ്മളിപ്പോൾ ഒരു കുട്ടികളുടെ പ്രോഗ്രാം നടക്കുന്നു, അവിടെ കുട്ടികളെല്ലാം പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് കണ്ണുകൊണ്ടല്ല കാണുന്നത്, അത് ക്യാമറയിലൂടെ കാണുന്നത്. കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി കൃത്യമായിട്ട് കാണാൻ പറ്റും. എല്ലാവരും ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് അതിനുള്ളിലൂടെ കാണുന്നത്. ഫോൺ അപ്ലോഡിങ് അവിടെ അപ്ലോഡ് ചെയ്യില്ല, അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കോണ്ടന്റ് ജനറേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അതായത് മരണത്തിലും കോണ്ടന്റ് ആണ് ആൾക്കാർക്ക്. അതാണ് ഇതിന്റെ ഒരു സവിശേഷത. അപ്പൊ ഈ രീതിയിലേക്ക് മാറിയതിന് നമുക്ക് ഒരു ഹ്യൂമൻ ബിഹേവിയറിൽ വന്നിട്ടുള്ള മാറ്റം. സാധാരണഗതിയിൽ നമ്മുടെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റും ഓരോ കാര്യങ്ങളും ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ മാറിക്കൊണ്ടിരിക്കും. അതിൽ കാലോചിതമായി വന്നൊരു മാറ്റത്തിന്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്.
തീർച്ചയായിട്ടും അവിടെ ഇത് ദിലീപിന്റെ അടുത്ത് വന്നിട്ട് ദിലീപ് രാത്രി ഇന്ന് ആരോ വന്നിട്ട് ഒരു സെൽഫി എടുത്തോണ്ടിരിക്കുന്നു രാത്രി. കിടക്കല്ലേ. അപ്പൊ മരണ വീട്ടിൽ പോലും മലയാളി ചിരിച്ച മുഖത്തോടെ സെലിബ്രിറ്റിയുടെ അടുത്തേക്ക് പോയി നിൽക്കാനുള്ള ഒരു ചിന്ത അല്ലേ, അതിൽ നിന്നൊക്കെ നമ്മൾ ഇനി മാറി. കാരണം അവന്റെ മനസ്സിൽ അവിടെ മരിച്ചു കിടക്കുന്ന ആളുടെ ഒന്നും അല്ല കാണുന്നത്, അവൻ ആ സെലിബ്രിറ്റിയുടെ അടുത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പടം അതെടുത്തിട്ട് നാളെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് അതിലൂടെ കൂടുതൽ റീച്ച് കിട്ടുക. ഇതിൽ നിന്നൊക്കെ മലയാളം മാറണം അല്ലേ. ഈ പറയുന്ന മൊബൈൽ ഫോൺ സംസ്കാരം ഒരു മോശം പ്രവണതയിലേക്ക് നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു, പുതിയ തലമുറ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അല്ല, അത് നമുക്ക് മാറുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് ഇപ്പൊ നേരത്തെ അങ്ങ് പിന്നെ ഡോമിക്ജി പറഞ്ഞതുപോലെ ഇതൊരു ഒരു 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 മാറ്റത്തിന്റെ ഒരു കൂടെയുള്ള യാത്രയാണ്. അപ്പൊ അതിങ്ങനെ സോഷ്യലി വന്നിട്ടുള്ള ഒരു വലിയ മാറ്റമാണ്. അതിനകത്ത് നല്ലതും ചീത്തയുണ്ട്, അത് മാറും തന്നെയാണ്. എന്തായാലും നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരന്, പ്രിയപ്പെട്ട ചലച്ചിത്രകാരന്, പ്രിയപ്പെട്ട പ്രചോദകന്, പ്രിയപ്പെട്ട എല്ലാമായിരുന്നു, മലയാളിയുടെ എല്ലാമായിരുന്ന പ്രിയപ്പെട്ട ശ്രീനിവാസന് നമുക്ക് ABC-യുടെ ഒരു ആദരാഞ്ജലി നമ്മൾ നൽകിയിട്ടില്ല. അത് എല്ലാവരും ഞങ്ങൾ മനസ്സുകൊണ്ട് നമ്മൾ എല്ലാവരും അത് എപ്പോഴോ നൽകി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം കൂടെ ഉണ്ട് എന്ന് പറയുന്നതാണ്. ഇപ്പം ഖലീൽ ജിബ്രാന്റെ ഒരു വളരെ ഗുരുനാഥനായിട്ടുള്ള ഒരാളുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വാക്ക് വായിച്ചു ഓർക്കുന്നു. മരണത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്. മരണം ഒരു മറയൽ മാത്രമാണ്, ഒരു തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് നമ്മളുണ്ട് എന്നാണ്. അപ്പോൾ നമ്മുടെ തിരശ്ശീലയ്ക്ക് അകത്ത് തന്നെ, അപ്പുറത്തല്ല, കാണത്തക്ക രീതിയിൽ തന്നെ ശ്രീനിവാസൻ എന്ന മഹാനായ കലാകാരനുണ്ട്. ഇപ്പോഴും ശ്രീനേട്ടന്റെ ആ ചിരിയും അല്ലെ, നിർത്താനുള്ള സ്വയം തമാശ പറഞ്ഞുകൊണ്ട് ആ ചിരിയൊക്കെ ഇങ്ങനെ മനസ്സിൽ മുഴങ്ങി നിൽക്കുകയാണ്. എന്തായാലും ശ്രീനിവാസൻ എന്ന ബ്രാൻഡിനെ കുറിച്ച്, ശ്രീനിവാസൻ എന്ന ആ ബ്രാൻഡ് നമുക്ക് നൽകുന്ന സന്ദേശത്തെ കുറിച്ച് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഇനിയും ഒരുപാട് ആഴത്തിൽ ഇനിയും ചർച്ച ചെയ്യപ്പെടും ഈ ബ്രാൻഡ്. അപ്പൊ അങ്ങനെയാണ് കാണേണ്ടത്. അങ്ങേക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുക. താങ്ക് യു സോ മച്ച്.